കർത്താവിന് മഹത്വം. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. കർത്താവിന് മഹത്വം. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോ, വെള്ളോട്ടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. മൂന്നുപ്പത്തിൽ സ്നാനം, മൂന്നരയിൽ വേല, മൂന്നുപ്പത്തിൽ സ്നാനം, മൂന്നരയിൽ വേല, മൂന്നുപ്പത്തിൽ സ്നാനം, മൂന്നരയിൽ വേല, മൂന്നുപ്പത്തിൽ സ്നാനം, മൂന്നരയിൽ വേല. മൂന്നുപ്പത്തിൽ സ്നാനം, മൂന്നരയിൽ വേല, ഇങ്ങനെ പൂതല് സഞ്ചരിച്ചു നാഥൻ. പാതിൽ പലതരം വേലകൾ ചെയ്തു ഭൂത പിശാചി തലയെ തകർത്ത പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. ആദാമിൽ കൂടല്ലോ ആദിമനൂജന, ആദാമിൽ കൂടല്ലോ ആദിമനൂജന, ആദാമിൽ കൂടല്ലോ
അതിമനോജനം ആദാമിൽ കൂടല്ലോ അതിമനോജനം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീടുകളിൽ വന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. പുരുഷനെ കണ്ടേ ഗോതമ പുരുഷനെ കണ്ടേ. പുരുഷനെ കണ്ടേ ഉത്തമ 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 പുരുഷനെ കണ്ടേ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അധ്യക്ഷൻ സമയം അനുവദിച്ചു തന്നു. കുഞ്ഞുമാനച്ചായനെ വാച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ സമയത്ത് ദൈവം അനുവദിക്കുന്ന പക്ഷം വചന ശുശ്രൂഷ അവസാനിപ്പിക്കും. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെഴുത്താണല്ലോ. ഒന്നുകൂടെ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ആമേൻ. ഏതാണ്ട് 100 കൊല്ലത്തിൽ പരമായി പെന്തിക്കോസിന്റെ പ്രവർത്തനം ഈ ദേശങ്ങളിൽ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് മുതൽ നന്നായിട്ട് യേശുവിനെ ഉയർത്തുന്ന അനേക ആയിരം ദൈവദാസന്മാരും ദൈവമക്കളും ഈ ദേശങ്ങളിലുണ്ട്. ഇന്ന് രാത്രിയിലും അവരോട് ചേർന്ന് എനിക്കും എന്നാലാവും വിധം ആ കർത്താവിനെ ഉയർത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ആമേൻ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും വീണ്ടും ചോദിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14 നമ്മൾ വായിച്ചത്. എന്തുവായി സുവിശേഷം? ഇത് ഒരു ദിവസത്തെ യോഗമാ അല്ലയോ? അപ്പൊ എല്ലാ കാര്യവും ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം സുവിശേഷം എന്താണ്. അറിയാൻ പാടില്ലാത്തവരുടെ അറിവിന് സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല. ആ സഭ ഇരിക്കുന്നവരെ ഇങ്ങോട്ട് മാറ്റി ഈ സഭ ഇരിക്കുന്നവരെ അങ്ങോട്ട് കൊണ്ടുപോയി, അതല്ല സുവിശേഷം.
എൻ്റെ ഭാഷ പറഞ്ഞാൽ ചാക്കിട്ട് പിടിക്കുന്നതുമല്ല സുവിശേഷം. പണ്ട് ഞങ്ങളുടെ ഒരച്ചായന് സാക്ഷിക്ക് പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയെ നേടിയ ചരിത്രം പുള്ളി പറഞ്ഞു. കുട്ടനാടൻ ശൈലിയിലാണ് പറഞ്ഞത്. ഇവിടുത്തുകാർക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തിയെ ഉന്നം വെച്ച് ഒരാൾ വലിയ പെരുവല ഇട്ടു. ഒരു മീനെ ലക്ഷ്യമാക്കിയ ഒരു പെരുവല. ഓരോ സഭക്കാരുടെ പ്രവൃത്തികളെ പറ്റി പുള്ളിയുടെ ശൈലി പറഞ്ഞതാ. അപ്പോൾ ഒരു വ്യക്തിയെ ഉന്നം വെച്ച് ഒരു കൂട്ടർ കൊണ്ട് പെരുവല ഇട്ടു. അവര് പെരുവല ഇട്ടേച്ച് പോയപ്പോൾ വേറെ 2 പേര് വന്ന് അതിനിടയില് ഉടക്കുവല ഇട്ടു. അവര് ഉടക്കുവല ഇട്ടേച്ച് പോയപ്പോൾ ഇത് കണ്ടുകൊണ്ട് വേറെ 2 പേര് വന്ന് വീശുവലയ്ക്ക് വീശി. ഏതാ എല്ലാം ഇതിനകത്താ വീശി. യവൻ വീശിയേച്ച് അങ്ങോട്ട് മാറിയപ്പോൾ വേറൊരുത്തം വന്ന്, കുട്ടനാടൻ ഭാഷയാ, ഒറ്റാലിനൊറ്റി. ഒരു മീനെ ഉന്നം വെച്ച ഒറ്റാലിനൊറ്റി. യവനെ ഒറ്റിയേച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ വേറൊരുത്തൻ അല്പം മാറുന്ന മുപ്പല്ലിക്ക് അതിനെ കുത്തി. അവൻ മുപ്പല്ലിക്ക് കുത്തി അതിനെ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ വേറൊരുത്തൻ ദൂരെ നിന്ന് കാഞ്ചിത്തറ്റാലിക്ക് തെറ്റി. ഈ മീനെ ഇനിയും കിട്ടാൻ വലിയ പ്രയോജനമില്ല. കാരണം എത്രയോ വല കയറി, എത്രയോ വല പൊട്ടിച്ച്, എത്രയോ ഒറ്റും കുത്തും കൊണ്ട് ഒരു പരുവക്കേടി വന്നിരിക്കുക. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എത്രയോ വലയെ കൂടെ കയറി, ഒറ്റാലിനകത്ത് കയറി, മുപ്പല്ലിക്ക് കുത്തും കിട്ടി, കാഞ്ചിത്തറ്റാലിൻ്റെ തെറ്റും മേടിച്ച് ഇപ്പൊ ഒരു സ്വോത്രം പറയാനുള്ള കെൽപ്പ് ഒന്നുമില്ല. വന്നിരിക്കുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് രാത്രി ഇവിടെ അറിയിക്കുന്നത് സുവിശേഷമാണ്. എന്തുവായി സുവിശേഷം? ഓർപ്പിച്ചല്ല, മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇകലോകത്തിലേക്ക് വന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വാക്യം തിട്ടമാ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സുവിശേഷ യോഗമാണല്ലോ, അതുകൊണ്ട് പറയാതിരിക്കാൻ ഒക്കത്തില്ല. തിമത്തിയോസിന്റെ 2-ാം ലേഖനം 2-8 നമുക്കെല്ലാം മനപ്പാടമാ. എന്നിരുന്നാലും കർത്താവിന്റെ ദാസൻ വായിച്ചു. ദൈവത്തിന് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവൻ. അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷം. സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, തത്വസംഗതികൾ പറയല്ല, പ്രത്യയശാസ്ത്രത്തെ പറ്റി ബാധാരാധന പറയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. അതാ ഇന്ന് രാത്രി ഇവിടെ അറിയിക്കുന്നത്. ഇനി ഈ സുവിശേഷം എന്തിനാ? സകല മനുഷ്യരും രക്ഷപ്പെടാനാ. സകലരും രക്ഷപ്പെടണം. നമുക്കറിവുള്ള വാക്യമാ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ. എങ്കിലും ഒന്ന് വായിച്ചു. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പൊ സകല മനുഷ്യർക്കും വേണ്ടിയാ. സ്തോത്രം. സകല മനുഷ്യർക്കും. ആമീൻ. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വ്യക്തി, കർത്താവാകുന്ന യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പൊ എല്ലാവരും രക്ഷിക്കപ്പെടണം. അതിനായി സുവിശേഷം. ഇനി ഇത് ആരൊക്കെയാ കേൾക്കേണ്ടത്? ആര് കേൾക്കണം ഇത്? നമ്മള് ലഘുലേഖയൊക്കെ ആയിട്ട് ഇപ്പൊ അങ്ങനെ അധികം പോകാറില്ല. പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനി ഇത് മുറുകെ വന്ന എൻ്റെ അഭിപ്രായം. അല്ല, അവസരം കിട്ടിയപ്പോൾ നമ്മൾ പലരും ഉഴപ്പുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ചിലരെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ പറയുകയല്ലേ, എന്നാ സുവിശേഷം അതുകൊണ്ട് അങ്ങോട്ട് ചെല്ല്, നിങ്ങളുടെ കൂട്ടരെ. നമ്മൾ അവിടെ ചെന്നു. നമ്മുടെ കൂട്ടരൊക്കെ, നമ്മുടെ കൂട്ടരൊരു ഊറിയ ചിരി, ലഹരിയാകെയാണ്. അതുകൊണ്ട് അവിടെ ചെല്ല, അവര് നോക്കിയിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കിളി കളിപ്പിക്കുന്നവരുണ്ട്.
അപ്പൊ ഇതാരാ കേൾക്കേണ്ടത്? 49:1 സങ്കീർത്തനം. അറിവുള്ള വാക്യമാണ്, അറിവുള്ളതാ. വായിച്ചോ. സങ്കീർത്തനം 49:1 വാക്യം. നമുക്കെല്ലാം മനപ്പാടമാ, എന്നാലും ദൈവനാഥൻ വായിച്ച് സഹായിച്ചാട്ടെ. 49 സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം. അപ്പൊ എല്ലാവരും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. കേൾക്കുകയാണല്ലോ, കേട്ടോണ്ടിരിക്കുകയാണല്ലോ. Praise the Lord. എല്ലാവരും ഇത് കേൾക്കണം. അതെന്താ? അല്ല, ഇതാ കേൾക്കാൻ കൊള്ളാവുന്നത്. മറ്റു പലതും കേൾക്കാൻ കൊള്ളുകയല്ലാത്തതാ പലതും. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത നമുക്ക് സന്തോഷമുള്ളവാക്കുന്ന വാർത്തയല്ല, ആനന്ദം ഉണ്ടാക്കുന്ന വാർത്തയല്ല. നമുക്ക് മനോഭീതിക്കും ചിത്തപ്രമങ്ങളും ആകുലതകളും നിരാശകളും ഭീതിയും ഒക്കെ ജനിപ്പിക്കുന്ന വാർത്തകളാ ഓരോ ദിവസവും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അതെ, ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പറയാം, പത്രത്തിൽ കണ്ടതാ. നല്ല വാർത്തയല്ലല്ലോ. ഞങ്ങളുടെ ആ നാട്ടിലാ, കോട്ടയത്തിനടുത്ത് വാകത്താനത്ത് 2 പേര് ജോലി ചെയ്യുക, ബംഗാളികളാ, അവിടുന്ന് വന്നവരാ. ഒരുത്തനെ മെഷീനകത്തിട്ട് കറക്കി. ഈ സിമെന്റും മണ്ണും മെറ്റിലും എല്ലാം കൂടെ കറക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ? ആട്ടെ, പറഞ്ഞില്ലേലും മനസ്സിലാവില്ല. കറക്കുന്ന മെഷീൻ, മിക്സർ. അതിനകത്തിട്ട് ഇവർ തമ്മിൽ ഉടക്കായിരുന്നു. അവൻ മറ്റവനെ അതിനായിട്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. 2 പേരും അവിടുന്ന് വന്നവന്മാരാ. ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുക, ഒരു സ്ഥാപനത്തില്. ഒരുത്തന മെഷീൻ ക്ലീൻ ചെയ്തപ്പോൾ മറ്റവൻ ചെന്ന് സ്വിച്ച് ഇട്ടു. അവൻ അതിനകത്ത് കറങ്ങി. അന്നേരം തന്നെ പകുതി ജീവൻ പോയി. അരിശം തീരാതെ വന്നിട്ട് അവനെ JCB എടുത്ത് അവനെ മണ്ണ് മാന്തി അതിനകത്ത് തട്ടി. ആരോ ചെന്നപ്പോ കൈ പൊങ്ങി നിൽക്കുന്നു. അത് പിന്നീട് അറിഞ്ഞത്. നല്ല വാർത്തയല്ലല്ലോ. കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ട വാർത്ത, ഇപ്പൊ ഈ മാധ്യമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടമാനം സുലഭമായതുകൊണ്ടാണ് പെട്ടെന്ന് അറിയുന്നത്. 23 വയസ്സാന്ന് തോന്നുന്നൊരു പെൺകുട്ടി വീട്ടിൽ വെച്ച് പ്രസവിച്ചു. പഠിക്കാൻ പോയ സമയമൊക്കെ ഉണ്ട്, പേപ്പറിലുണ്ട് വിശദമായിട്ട്. നിങ്ങളെല്ലാം നിങ്ങൾ കണ്ടതല്ല, നിങ്ങൾ അഭിപ്രായം പറഞ്ഞേച്ചായിരിക്കുന്നത്. പിന്നെ അഭിപ്രായം പറയാൻ നമ്മളെക്കാൾ മിടുക്കര് വേറെ എങ്ങുമില്ല. എന്തൊക്കെ അഭിപ്രായം പറഞ്ഞേച്ചായിരിക്കുന്നെന്ന് ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. വീട്ടിൽ വെച്ച് പ്രസവിച്ചു. ഒരു കവറിനകത്താക്കി കൊച്ചിനെ 4 നിലയെന്ന് താഴോട്ടിട്ടു. നല്ല വാർത്തയല്ലല്ലോ. ഞാനതിൻ്റെ മറുവശം പറയാം. മാതാപിതാക്കൾ തീ തിന്നുകല്ലേ. ഇനി ആ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെയാ? ഒന്ന് മരിച്ചു, ഇത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ അതും അങ്ങനെ തന്നെ. നല്ല വാർത്തകളല്ല. ഇടയ്ക്ക് ഞാൻ കയറി പറയാം, വിശേഷിച്ച് ദൈവമക്കൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പോരാടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് മഹത്വം. സമയം കണ്ടെത്തി പോരാടി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് മാത്രം ആ സമയമില്ലാത്ത, അല്ലാത്ത എല്ലാ കാര്യത്തിനും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ വരുമ്പോൾ നമുക്ക് സമയമില്ല, എല്ലാവരും ബിസിയാണ്. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. പ്രാർത്ഥനയാൽ എല്ലാവരും ഒന്നും നടക്കുകയല്ല. അപ്പൊ ഈ കേൾക്കുന്ന വാർത്തയെല്ലാം നല്ല വാർത്തകളല്ല. നമുക്ക് മനപ്പീഡ വർദ്ധിപ്പിക്കുന്ന വാർത്തയാ. എന്നാൽ ഇങ്ങനെയുള്ള ഈ വാർത്തയുടെ നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്, സദ്വർത്തമാനം, എല്ലാവരും കേൾക്കേണ്ട വാർത്ത. അപ്പോൾ എന്താണ് ആ കസാര ഇട്ട് നിരക്കരുത് എൻ്റെ കൊച്ചെ. കസാര ഒരെണ്ണം എടുത്തേച്ച് വന്നിരിക്കണം. വലിച്ചുകൊണ്ട് പോയ ശബ്ദം കേൾക്കുക. ഒരു കസാര എടുക്കാനുള്ള കേൾപ്പില്ലേ? കുഞ്ഞുങ്ങളെയും ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞെന്നോർത്ത് പാവച്ച നമുക്ക് പോയ ആള് തന്നെ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞ് പണങ്ങിയും പോകരുത്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? ആ സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ. ആരായി സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേട്ടിരിക്കണം. ഇനിയും ദൈവമക്കളോട് ബന്ധപ്പെട്ട് പറയാം, എങ്ങനാ ഇത് പറയേണ്ടത്? നിങ്ങൾ എങ്ങനെയാ കേൾക്കേണ്ടത്? നമ്മളെല്ലാം കേൾക്കാൻ വന്നിരിക്കുകയല്ലയോ? ഞാൻ പറയാനും വന്നതാ. അപ്പൊ എങ്ങനെ പറയണം?
നിങ്ങൾ അങ്ങനെ കേൾക്കണം. കല്ലടയാറ്റി വള്ളം മുങ്ങിയതുപോലെ കേൾക്കുന്നു. ഇടയ്ക്ക് തലയൊന്ന് അനക്കും, ചത്തട്ടില്ലെന്ന് അറിയിക്കാൻ. അങ്ങനല്ല കേൾക്കേണ്ടത്. അറിവുള്ള വാക്യം വായിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം എങ്ങനെ പറയണം? ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്, എങ്കിലും ഒന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. വായിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഓ ഇതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ്. 1-ന്റെ 5 വായിച്ചു. ഈ ഫാൻ അടിക്കുന്ന കാരണം താള് മറിഞ്ഞു പോകുക, അതുകൊണ്ടാ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം വചനം മാത്രമല്ല, കുറെ വാക്യങ്ങൾ മാത്രം പറയുകയല്ല. മത്തായി 8:2, 3:4, 5:6, 8:10, യോഹന്നാൻ 2:1 അനങ്ങാതെ ഒരൊട്ടവും ഇല്ലാതെ നിന്ന് ഇങ്ങനെ വടിക്കമ്പ് നിൽക്കും പോലെ നിന്ന് പറയുക മാത്രമല്ല. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ പറയട്ടെ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് വാക്യങ്ങൾ ഞങ്ങളുടെ സുവിശേഷം, കുറെ വാക്യങ്ങള് റെഫറൻസ് കുറെ പറയുകയല്ല. അത് നല്ലതാ, തിട്ടമുള്ളത് നല്ലതാ. ഒന്നുകൂടെ വായിച്ചോ ദൈവദാസനെ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വചനമായിട്ട് മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അപ്പോൾ ഇങ്ങനെ സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറഞ്ഞു പോവുകയല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടെ. നിർത്തണേ. അപ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ കർക്കശമായി ഉണ്ടാകണമെന്ന അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ശക്തി, പരിശുദ്ധാത്മാവ്, ബഹുനിശ്ചയം. ചിലരൊക്കെ ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല, വെറുതെ അലോഹ്യം ഉണ്ടാക്കുന്നില്ല, തന്നെ താൻ അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ചിലർക്ക് ഓർമ്മ ചിലപ്പോൾ നിന്നെന്ന് വരികയല്ല. പ്രായമുള്ളവരും ഇപ്പം അസുഖം വരുന്നത് പ്രായവും പ്രായക്കുറവും നോക്കിയല്ലോ. അപ്പൊ ഓർമ്മയില്ലാത്തവര് ആ വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാ. അത് മഹാഭാവമൊന്നുമല്ല. നമ്മുടെ ചില വിശ്വാസികൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. അവർ പറയും ഞങ്ങളുടെ ഉപദേശി പ്രസംഗക്കുറിപ്പ് വെച്ച അയാൾക്ക് വിവരമുണ്ട്, അതുകൊണ്ടാ. പുള്ളിക്ക് വിവരമുണ്ട്, അതുകൊണ്ടാ കുറിച്ച് വെക്കുന്നത്. ഇല്ലേ പോടത്തെല്ലാം വിളിച്ച് പറയും. അപ്പൊ ഓർമ്മ അതുപോലെ നിൽക്കാത്തവര്, മറവിയുള്ളവര് അത് കുറിച്ച് വെക്കുന്നത് നല്ലതാ. സ്തോത്രം. ഓർമ്മയുള്ളവർ ചിലപ്പോ ഓർത്തോർത്ത് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ബഹുനിശ്ചയം വേണം, ബഹുനിശ്ചയം. അപ്പോൾ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഈ സുവിശേഷം അറിയിക്കേണ്ടത്. ഇങ്ങനെ സുവിശേഷം അറിയിക്കുമ്പം കേൾക്കാൻ വരുന്നവരെങ്ങനെ കേൾക്കണം? എങ്ങനെയാ നിങ്ങൾ കേൾക്കണ്ടേ? ഇങ്ങനെ ഇരുന്നാണോ കേൾക്കുന്നത്, അതോ എങ്ങനെ ഇരുന്നാ കേൾക്കേണ്ടത്? 6-ാം വാക്യം വായിച്ചു. 6, 5 ഇപ്പം വായിച്ചേ, ഇനി 6 കൂടെ അങ്ങ് വായിച്ചു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ വന്നിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും സിംഹഭാഗം ആൾക്കാർ വിവിധ കഷ്ടങ്ങളിൽ കൂടി പോകുന്നവരാ. രോഗപീഠകളിൽ വലയുന്നവർ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ചികിത്സക്ക് വിധേയപ്പെട്ടവർ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവര് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ബഹുവിധമാകുന്ന കടഭാരങ്ങളിൽ വലയുന്നവര് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഭവനമില്ലാത്തവർ വന്നിട്ടുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്ത ചിലപ്പോൾ വന്ന് കാണും. കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് ഞരങ്ങുന്നവർ ഇന്ന് രാത്രി വന്ന് കാണും. അവൻ ആക്ഷേപങ്ങളും നിന്ദങ്ങളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും തിക്താനുഭവങ്ങളിൽ കൂടി പോകുന്നവർ ഇന്ന് രാത്രി വന്ന് കാണും. അവൻ പലരോടും പറയാൻ മടിക്കുന്ന, അവൻ അത് വൈമനസ്യമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ കൂടി ഈ രാത്രി പോയിക്കൊണ്ടിരിക്കുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബത്തിന്റെ വിഷയം, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ദേശത്തിൽ നിന്ന്, എന്തിനേറെ സഭയ്ക്കകത്തിൽ നിന്നൊക്കെ വിവിധ വിഷയങ്ങളിൽ ഞരങ്ങുന്നവര് ഇന്ന് രാത്രി കൂടെ വന്നു കാണും. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരോട് പറയുക, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. കാരണം ദൈവത്തിന്റെ വചനം തേനിലും തല്ലിക്കിട്ടയിലും. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലകിലിരിക്കും ശുദ്ധി ചെയ്ത വചനമാ. ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക വചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഇന്ന് രാത്രി നിന്നെ ശുദ്ധീകരിക്കുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം,
അതിവേഗത്തിൽ ഓടുന്ന വചനം. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. വചനം തീ പോലെയും തകർക്കുന്ന ചുറ്റിക, ഇത് തീ പോലെ പുറപ്പെടും. കത്തിക്കേണ്ടതിനെ കത്തിച്ച്, ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിച്ച്, തകർക്കേണ്ടതിനെ തകർത്ത് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനം, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം. അത് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഇന്ന് രാത്രി തിരുവചനം ആര് കൈക്കൊള്ളും, അവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹവും വിടുതലുമാണ്. മുഖകാന്തികൾ മ്ലാനത നീക്കും, നിൻമുഖകാന്തികൾ മ്ലാനത നീക്കും, നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും, നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ മഹിമയും പരമേശ മഹിമം യേശു മഹേശ മഹിമയും പരമേശ മഹിമം യേശു മഹേശ. മൂലം ചങ്ങലയാൽ തിരുമാർവോ എന്നയിണച്ചതു മൂലം മഹിമയും പരമേശ മഹിമയേശു മഹേശ മഹിമയും പരമേശ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അതെ, ഞാന് മുഖവരയായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. എന്താ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷിക്കപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. എങ്ങനെയാ ഇത് പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹു നിശ്ചയത്തോടും. എങ്ങനെയായിരുന്നു കേൾക്കേണ്ടത്? പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുക. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഈ വചനം സുവിശേഷം കൈക്കൊള്ളണം. അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹിക്കണം. അപ്പൊ അങ്ങനെയുള്ള സുവിശേഷ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം. 4 സുവിശേഷങ്ങളിൽ വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, അതെനിക്കും അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും എനിക്കറിയാം. നിങ്ങൾ എന്നെ നോക്കി പറയുന്നത് ഞങ്ങൾക്കെല്ലാം അറിയാമെന്നാ. നിങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. നോട്ടം കാണുമ്പോൾ പറയാം ഞങ്ങൾക്കെല്ലാം അറിയാം. ആട്ടെ, അപ്പൊ യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 7 എണ്ണം ഉള്ളൂ. 7 എണ്ണം. മത്തായിയൊക്കെ ധാരാളം അത്ഭുതങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ യോഹന്നാനിലെല്ലാം കൂടെ ഒരു 6-7 എണ്ണം. അതിലൊന്നാ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞ, പിന്നെ രാജഭൃത്യന്റെ മകന്റെ വിഷയം, പിന്നെ കുളക്കരയെ കടന്നവനെ, ഇങ്ങനെ വളരെ വിരലിലെണ്ണാവുന്ന 7 എണ്ണം. ലാസറിനെ ഉയർപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അനവധി നിരവധി അത്ഭുതമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. തന്നെയല്ല, അത്ഭുതമെന്ന് യോഹന്നാൻ പറഞ്ഞിട്ട് അടയാളം എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. പ്രയോഗം അടയാളം. യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത
യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം, യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ദൈവം. സ്തോത്രം. വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവം ശരീരമെടുത്ത് വന്നെന്നായി പറഞ്ഞത്. വചനം ജഡമായി, കൃപയും സത്യവും നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി. വചനം ദൈവമായിരുന്നല്ലോ. ഒന്നിന്റെ ഒന്നിൽ അങ്ങനല്ലേ വായിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഒന്നിന്റെ ഒന്ന് വായിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമെടുത്തു വന്നു. അതാ യോഹന്നാൻ തെളിയിച്ചത്. എന്ന് പറഞ്ഞാൽ സർവജ്ഞനായ ദൈവം ജഡരൂപമെടുത്ത് ഈ ഭൂമിയിൽ വന്നു. എന്തിന്? എന്നെയും നിന്നെയും രക്ഷിപ്പാൻ. അതാ യോഹന്നാൻ എഴുത്തിന്റെ ഉദ്ദേശം. സ്തോത്രം. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ഇവൻ താനേ, ഇവനെ 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 ക്രിസ്തു രക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക. മേളിലോട്ട് നോക്കണമെന്നാണ്. അപ്പൊ ശ്രദ്ധിക്കുക. വചനം ജഡമായി തീർന്നു. അതാ യേശു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, നിത്യദൈവം, സത്യദൈവം യേശുക്രിസ്തുവാണെന്ന് യോഹന്നാൻ തെളിയിക്കുക. ആട്ടെ, എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ട് ആ എടുത്ത ഭാഗത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. അപ്പോൾ മറ്റ് 3 സുവിശേഷകരിൽ നിന്നും വ്യത്യസ്തനാണ്. മറ്റ് 3 പേരും രേഖപ്പെടുത്താത്ത അനേക കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മറ്റ് 3 പേരും രേഖപ്പെടുത്തിയ ചില കാര്യം യോഹന്നാൻ പറഞ്ഞിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ തിരുജനനം, പരീക്ഷ, സ്നാനം, ആട്ടിടയിൽ വന്നത്, വിദ്വാൻമാര് വന്നത് ഇത്യാദി വിഷയമൊന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറ്റ് 3 പേരും പറയാത്ത ധാരാളം കാര്യം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമരിയാക്കാരിയുമായുള്ള സംഭാഷണം, കാനാവിലെ കല്യാണ വീട്ടിലെ വിഷയം, നിക്കോദോമസുമായിട്ട് സംസാരിച്ച ആ സംഭാഷണ പരമ്പര, ലാസറിനെ ഉയർപ്പിച്ചത്, പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയത്, പെരുത്ത മീൻകൂട്ടം മലയിൽ അകപ്പെട്ടത്, ഇത് മറ്റു 3 പേരും പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തെ കൂടിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ വിശേഷതകൾ ധാരാളമുണ്ട്. 1-ാം അധ്യായത്തിൽ ഞാൻ പറയാറുണ്ട്, കണ്ടെത്തലുകളുടെ അധ്യായമാണ്. കണ്ടെത്തലുകൾ എല്ലാവരും അങ്ങ് കാണുക. ഞാൻ ആ ഭാഗം പഠിച്ച അയാളുടെ 29 പ്രാവശ്യം കണ്ടു 1-ാം അധ്യായത്തിൽ കണ്ടു. അന്യോന്യം കാണുന്നു, പോയി കാണുന്നു, വന്ന് കാണുന്നു, ചെന്ന് കാണുന്നു, ഇരിക്കുന്ന കാണുന്നു, നിൽക്കുന്ന കാണുന്നു. അവിടെ ഏതാണ്ട് 28 പ്രാവശ്യം, 28-ൽ കൂടുതൽ പ്രാവശ്യം കണ്ടു. അപ്പൊ കണ്ടെത്തലുകളുടെ അധ്യായമാണ്. ഞാൻ പറയാറുണ്ട്, നമ്മൾ എവിടെ ഇരുന്നാലും പുള്ളി കാണും, എവിടെ ഇരുന്നാലും കാണും. സ്തോത്രം. ഒരാൾ വന്നപ്പോൾ ചോദിച്ചു, സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിലെ കപടമില്ല. അപ്പൊ പുള്ളി ചോദിച്ചു, എന്നെ എവിടെ വെച്ച് കണ്ടെന്ന്. അന്നേരം യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിയിരുന്നപ്പോ കണ്ടു. അപ്പൊ ഇവനെ അത്തിയുടെ കീഴിയിരുന്നപ്പോഴേ കർത്താവ് കണ്ടു. ഒരുത്തൻ അത്തിയുടെ മേളിൽ കയറിയിരുന്നു. ലൂക്കോസ് 19.
സൂക്ഷം താഴെ വന്നപ്പോൾ യേശു പറഞ്ഞു ഉരുണ്ട് വീഴാതെ താഴോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടില്ല, നിങ്ങൾ തപ്പരുത്, ഉരുണ്ട് വീഴുന്നു, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. താഴോട്ട് വന്നു പറഞ്ഞു. വേറെ ആരും കണ്ടില്ല, യേശു കണ്ടു. അപ്പം അത്തിയുടെ കീഴിൽ ഇരുന്നവനെയും കണ്ടു, അത്തിയുടെ മേളിൽ ഇരുന്നവനെ, അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലല്ലോ. ഉൽപ്പത്തിയിലെ അപ്പനും അമ്മയും പാപം ചെയ്തേച്ച് അത്തിക്ക് മറഞ്ഞിരുന്നെന്ന. അവിടെ അത്തിയാന്നോ ഇത്തിയാന്നോ കാട്ടത്തിയാന്നോ കമുകാന്നോ തെങ്ങാന്നോ ഒന്നും എഴുതിയിട്ടില്ല, മരത്തിന് മറഞ്ഞിരിക്കുകയായിരുന്നെന്ന. എന്തായാലും അത്തിയാകാൻ അസാധ്യത. കാരണം അത്തിയില കൊണ്ടാ അമ്മാമ്മ മിടിയും ടോപ്പും അച്ചായന് ബർമൂടയൊക്കെ ഉണ്ടാക്കിയത്, രണ്ടുപേരും കൂടെ. അപ്പം അത് തയ്ച്ച് തീരാറായപ്പോഴാ ദൈവത്തിൻ്റെ കാലോച്ച കേട്ടത്. എൻ്റെ ഊഹമാണ്. എന്നാൽ അച്ഛാ മറഞ്ഞിരുന്നോളാൻ പറഞ്ഞു. അപ്പം അത്തിക്ക് മറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ അത്തിയുടെ കീഴിൽ ഇരുന്നാലും കർത്താവ് നിന്നെ കാണും, അത്തിയുടെ മേളിൽ ഇരുന്നാലും കർത്താവ് നിന്നെ കാണും, അത്തിക്ക് മറഞ്ഞിരുന്നാലും കാണും. വിഷയമല്ലെങ്കിൽ ഒരുത്തൻ സാമാനങ്ങളുടെ ഇടയിൽ പോയിരിക്കുക, അവനെയും കണ്ടു. ഇന്ന് രാത്രി നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹാഗാറും ചോദിച്ചല്ലോ, എന്നെ കാണുന്നവനിവിടെ ഉണ്ടോന്ന്. എവിടെ ഇരുന്നാലും നിന്നെ കാണും. സങ്കീർത്തനക്കാരൻ പറഞ്ഞല്ലോ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും എല്ലാം ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും നിനക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലെന്ന. ഇവരെല്ലാം ഉള്ളത് കൊണ്ട് ഈ രണ്ട് ശീല പാട്ട് പാടും. പാടുന്നെന്ന് അവകാശപ്പെടുന്നില്ല, പാടുകല്ല, പറയുക. എന്നാടൊരു തള്ള ചോദിച്ചു, നിങ്ങളെന്തിനാ കിടന്ന് കാറുന്നെന്ന്. പാടുന്നെന്നല്ല പറഞ്ഞേ, കാറുക. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണം. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. അപ്പൊ നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നാം ചരിക്കുന്നതും ചലിക്കുന്നതും എല്ലാം അറിയുന്ന കാണുന്ന ഒരു നല്ല കർത്താവാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. 2-ാം അധ്യായത്തിൽ യേശുവിന്റെ ആദ്യത്തെ അടയാളം അത്ഭുതം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതിന് ഒരു സംഭവം അത് മാത്രം പറഞ്ഞങ്ങ് വിടാം. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനുള്ളതിന്റെ ഒരു കാരണം, ഇത് അവകാശമായി കിട്ടിയത് ആശേർ ഗോത്രത്തിനും, അപ്പോൾ തന്നെ ഈ സ്ഥലത്തിന്റെ ഭൂപ്രകൃതിയൊക്കെ പഠിക്കുമ്പോൾ നഫ്താലിക്കും സെബലൂനും ഒക്കെ കൊടുത്ത ഭൂപ്രകൃതിയുടെ ഏരിയകളും കൂടാ. അപ്പൊ അവിടെ അത്ഭുതം ചെയ്യാൻ കാര്യം യേശുവിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. 2-ാം അധ്യായത്തിന്റെ 11 വായിക്കുന്നത്, ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് യേശു തന്റെ മഹത്വം. ഒന്ന് വായിച്ചു, 2:11 ഒന്നുകൂടെ വായിച്ചു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഗലീലയിലെ കാന, ഗലീലയിലെ കാന വേറെ വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ അത്ര നല്ല സ്ഥലമല്ല. ഗലീലയിലെ കാന, ഗലീല എന്ന് പറഞ്ഞത് തന്നെ നല്ലതല്ല അന്നത്തെ കാലത്ത് അവരുടെ ഇടയില്. അല്ല, അവര് പറഞ്ഞു ഇവരെല്ലാം ഗലീലക്കാരല്ലേ എന്ന്. ഇവരെല്ലാം എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല ഗലീലക്കാരെ. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല അല്ലേ, പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ടാ, അല്ലാതെ ഓർമ്മയില്ലായിട്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷ കഴിഞ്ഞപ്പം വേറെ 2-3 സഹോദരങ്ങൾ ആ യോഗത്തിന് വന്നു. അപ്പൊ ഞാന് ആ വീട്ടിലെ കൊച്ചമ്മയോട് ചോദിച്ചു, ഏതാ അവര് സഹോദരന്മാര് നന്നായിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഏതാ? അവര് പറഞ്ഞത് അതുപോലെ ഞാനങ്ങ് പറയാം, എൻ്റെ കൊങ്ങായിക്ക് പിടിക്കരുത്, താൻ ഇറങ്ങി വരുമ്പോൾ ഒന്ന് കാണണം ഒന്നും പറയരുത്. ഞാൻ ചോദിച്ചു,
നന്നായിട്ട് ആരാധിച്ച 3-4 സഹോദരന്മാരുണ്ടായിരുന്നല്ലോ, നന്നായിട്ട്. പണ്ട് ഈ തള്ള പറഞ്ഞു, ഓ അവര് പറഞ്ഞ അതുപോലെ പറയാ കേട്ടോ, മരക്കാന്മാരാന്ന് എന്നോട് പറഞ്ഞതാ. എവിടെ ആരാന്നൊന്നും എന്നോട് ചോദിക്കരുത് പാസ്റ്റർ, അത് അറിയാതെ ഇന്ന് ഉറക്കം വരികയില്ലെന്നുണ്ടെങ്കിൽ ആശീർവാദം കഴിഞ്ഞ് ഞാനിവിടെ കാണും, സ്ഥലവും പേരും ഒക്കെ പറയാം. മരക്കാന്മാരാന്ന്. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം, ഭയങ്കര വെള്ളപ്പൊക്കം. വെള്ളം പൊങ്ങി, മുറ്റത്തും കയറി, സിറ്റൗട്ടിലും കയറി, താഴത്തെ നിലയിലും കയറി, ഈ തള്ളയും തന്തയും ടെറസിന്റെ മണ്ടയിലും കയറി. അന്നേരം ആരെ ആക്ഷേപിച്ചോ ആ മാന്യ സഹോദരന്മാരാ വള്ളവുമായിട്ട് വന്ന് ഈ പൊണ്ണിത്തള്ളേനെ വള്ളത്തെ കയറ്റി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ? നിങ്ങൾ ഒത്തോണ്ട് എന്നെ ആക്കുകയാന്നോ? അച്ചായനെ ഞാനങ്ങ് ഒഴിവാക്കുക. എന്നാട്ടെ, ദൈവത്തിന് മഹത്വം. അല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല, അങ്ങനെ പറയാൻ പാടില്ല. പേരും വീട്ടുപേരും ഒന്നും ഞാൻ പറയുന്നില്ല, അതിന് ഞാൻ മുതിരുന്നില്ല. സ്തോത്രം. അല്ല, വെള്ളം വന്ന് വെള്ളം പൊങ്ങി, എന്റെ ഭാഷയാ, നല്ല ഭാഷയൊന്നും അല്ല. വെള്ളം കുടിച്ച് 2 എണ്ണം തൊലയാറായപ്പോൾ രക്ഷപ്പെടുത്താൻ വന്നതാരാ? ഇവരാരെ ആക്ഷേപിച്ച് സംസാരിച്ചോ ആ മാന്യ സഹോദരന്മാരാ രക്ഷയ്ക്കായി വന്നു. നമ്മുടെ ഇടയിൽ അങ്ങനെ ഇപ്പോഴും സൂക്കാടുള്ള ആൾക്കാർ ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം മിണ്ടുന്നില്ല, ഇപ്പൊ എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നല്ലതാ, യോഗത്തിനൊരു കൊഴുപ്പാകട്ടെ. അല്ല, അന്നത്തെ കാലത്ത് ഈ ഗലീലക്കാരെന്ന് പറയുമ്പോൾ അത്ര നല്ല രീതിയിലല്ല ഇടപെടുന്നത്. ഓ, ഇവരെല്ലാം ഗലീലക്കാരാ. പക്ഷേ നമ്മുടെ കർത്താവിന്റെ സ്നേഹം നിങ്ങൾ ചിന്തിച്ചേ. കർത്താവിന്റെ ശിഷ്യന്മാര് കൂടുതലും ഗലീലക്കാരാ. മറ്റുള്ളവര് വിടക്കം നിന്നുന്നവർ, കൊള്ളുകയെന്ന് പറയുന്നവർ, ആക്ഷേപത്തോടെ ഇടപെടുന്ന, ഒറ്റപ്പെടുത്തുന്ന പലരെയും യേശുവിന് ആവശ്യമാണ്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിരാശപ്പെടേണ്ട, നിന്നെ യേശുവിന് ആവശ്യമാണ്. ഈ ദേശത്ത് പലരും നിന്നെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ നീ നിരാശപ്പെടേണ്ട, യേശുവിന് നിന്നെ ആവശ്യമാണ്. നിന്റെ സഭയിൽ പലരും നിന്നെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, നീ സമർപ്പിക്ക്, യേശുവിന് നിന്നെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തന ഞാൻ. വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും. ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാർ, കാത്തതിനാൽ എന്നെ വഴുതാതെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ. വാഴ്ത്തിടും സതതം പ്രിയാതവ, നിത്യം പാടും കീർത്തനം ഞാൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഗലീലയിലേക്കാണ്. അങ്ങനെയാണല്ലോ 3:2 വായിച്ചോ. അച്ചായൻ പുസ്തകം മടക്കിയതാണോ അതോ വായിച്ചോ? 2:1. 3-ാം നാൾ ഗലീലയിലെ കാനാവ്. അവിടെ ഈ സംഭവം ഗലീലയിലെ കാനാവ്.
ഗലീല അന്നത്തെ കാലത്ത് പലർക്കും എൻ്റെ ഭാഷ, പഴയ ഭാഷ ചതുർത്ഥി. അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ഒരടക്കത്തിന് പോയി. കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ പി ഗോപി പാക്കിൽ സുവിശേഷ കൊയ്ത്തൊക്കെ നടത്തിയ നല്ലൊരു കർത്തൃദാസൻ, അദ്ദേഹം കടന്നുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മകന് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അച്ചായൻ വന്ന് ശവസംസ്കാരം നടത്തണം ഒടുവില് സെമിത്തേരിയില്, വീട്ടിലും വരണം. ഞാൻ വീട്ടിലും ചെന്നു, വാക്ക് പറഞ്ഞു ശവസംസ്കാരം നടത്താമെന്ന്. കോട്ടയത്തിൽ പാക്കില്ല, വള്ളം നടത്താവില്ല എന്നോർത്ത് എന്നപ്പം അവിടെ വെച്ചല്ല നടത്തേണ്ടത്, വാഗമണ്ണ്. ഇതുമായിട്ട് വാഗമണ്ണിൽ പോകണം. വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. അങ്ങനെ ആ മാന്യ കർത്തദാസന്റെ ഭൗതികശരീരവും വഹിച്ച് കോട്ടയം പള്ളത്തിൽ നിന്ന് ധാരാളം ആൾക്കാരുണ്ട് വാഗമണ്ണിന്. അപ്പം ഞങ്ങൾ മുന്നേ അങ്ങ് വണ്ടിയെ പോയി. വീട്ടിൽ ആശീർവാദം കഴിഞ്ഞ ഉടനെ മുന്നേ അങ്ങോട്ട് പോയി. പിന്നെ അവർ അന്തിയോമ്പനമൊക്കെ കൊടുത്തത് എടുത്ത് വരുമ്പോൾ താമസിക്കുമ്പോൾ നമുക്ക് പതുക്കെ മുന്നേ പോകാം. അപ്പം മുന്നേ ഒന്ന് വാഗമണ്ണിൽ ചെന്ന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിനടുക്കേറെത്തിയപ്പോൾ വേറൊരു ദൈവദാസനെ കണ്ടു. അപ്പം ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അതിനെ ഇവിടെ അടക്കത്തിന് വന്നതാ. അപ്പം അടുത്തൊരു സഭ ഉണ്ട്. ഞാൻ ചോദിച്ചത് ആ സഭ ഏതാ? ഇച്ചിരി ദൂരെയാ കാണാം. അപ്പം ഞാൻ ചോദിച്ചത് പെന്തിക്കോസ് സഭയാ. അപ്പം ഞാൻ ചോദിച്ചു ഏതാ, IPC ആണോ ചർച്ച് ഓഫ് ഗോഡ് അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ നമ്മൾ. ഉടനെ പറഞ്ഞു അല്ല, ചർച്ച് ഓഫ് ഒക്കലാഴിയാന്ന് പറഞ്ഞു. ചർച്ച് ഓഫ് ഒക്കലാഴിയ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത്, നീ ഒക്കലഹോമ എന്നൊക്കെ നമ്മൾ പറയൂല്ലോ, അവരുടെ കീറോപ്പിലുള്ളത് ആണെന്നോർത്ത് ഞാൻ പറഞ്ഞു ചർച്ച് ഓഫ് ഒക്കലാഴിയോ? ഒക്കുകയില്ലാത്തവരെല്ലാം കൂടെ ഒന്നിച്ച് കൂടുന്നതാണ്. അതിനാ പുള്ളി കിട്ട പേരാ ചർച്ച് ഓഫ്, ഒരു സ്ഥലത്ത് ഒക്കാത്ത ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടെ. പുള്ളി കിട്ട പേരാ ചർച്ച് ഓഫ് ഒക്കലാഴിയ. അപ്പൊ ചില സ്ഥലങ്ങളും ചില ആൾക്കാരെയൊക്കെ ചിലർക്ക് ചതുർത്ഥിയ എന്ന് പറഞ്ഞതുപോലെ ഈ ഗലീലക്കാരോട് അത്ര തൃപ്തിയില്ല. പലരും അത് വേറൊരു രീതിയിലാണ് ഇവരെ ഉൾക്കൊള്ളുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ തേജസ്വേറിയ ശുശ്രൂഷയിൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ അവിടുന്ന് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരിൽ പലരും ഗലീലക്കാരാ. നീ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നെങ്കിൽ, ഏകാന്തത അനുഭവിക്കുന്നെങ്കിൽ, നിന്നെ പലരും വിടക്കെന്നെണ്ണുന്നെങ്കിൽ, നിന്നെ ഒറ്റപ്പെടുത്തുന്നെങ്കിൽ നിരാശപ്പെടരുത്. യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ഗലീലയിലെ കാനാവിൽ ആദ്യത്തെ അത്ഭുതം. നിങ്ങള് ദൈവദാസന്മാരൊക്കെ വചനത്തിൽ തിട്ടമുള്ളവരാ. ഞാൻ അച്ചായനിരിക്കുന്നത് കൊണ്ട് അല്പം പേടിച്ചു ഒക്കെയാ പറയുന്നത്. അതാ നിർത്തി പറയുന്നത്. എന്തേലും പോഴത്തരം പറയുമോ എന്നുള്ള പറയും മിക്കവാറും ഞാൻ. അപ്പം എങ്കിലും ഞാൻ വളരെ ശ്രദ്ധിച്ചായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് വളരെ പെറുക്കി സൂക്ഷിച്ചാ ഞാൻ പറയുന്നത്. ഈ ഗലീലയിലെ കാനാവെന്ന് പറയുമ്പോൾ നിങ്ങൾ വചനം പഠിക്കുന്നവർക്കറിയാം, ഇത് അത്ര നല്ല സ്ഥലങ്ങളല്ല. പണ്ട് ഇസ്രായേലിന്റെ മധുരഗായകനാകുന്ന ദാവീദ് രാജാവ് ദൈവാലയം പണിയുവാൻ അത്യാർത്തി പൂണ്ട് കഷ്ടതയും പോരാട്ടങ്ങളും എല്ലാം തുടരെ അടിക്കടി ഉയർന്നെങ്കിലും താൻ ആ സമയത്തും ചില കാര്യങ്ങളൊക്കെ കരുതി ഒരുക്കി വെച്ചു. ആലയം പണിയാൻ ഞാൻ യഹോവയുടെ ഒരു കാര്യം അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ നല്ല ചിന്തയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ പള്ളി പണിയണ്ട, അതിനാ അകൃത്യമുണ്ട്. നീ ലെറ്ററൊക്കെ എഴുതിയവനാ, കത്ത് നന്നായിട്ട് എഴുതിയതാ. ഇപ്പൊ നീ മിടുക്കനായിട്ടിരിക്കുന്നതെങ്കിലും നല്ലതുപോലെ നീ എഴുതിയതാ. ഊരിയാവിനെ ഒതുക്കാനായിട്ട് നീ ചെയ്തതൊക്കെ മറന്നിട്ടൊന്നുമില്ല. അടിച്ചു മാറ്റാൻ നിന്നെ പോലെ മിടുക്കൻ വേറെ ആരുമില്ല. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അവിടെ നല്ലതാ പള്ളി പണിയുന്നത്, പക്ഷെ നീ പണിയണ്ട. നിന്റെ ഉദരത്തിൽ നിന്ന് ഒരുത്തൻ പുറപ്പെട്ടു വരും, അവൻ പണിയും. അങ്ങനെ ദാവീദിനെ കൊണ്ട് പണിയിച്ചില്ല. ദാവീദിന്റെ മകൻ ശലോമോൻ ദൈവാലയം പണം. അപ്പൊ ദൈവാലയം ശലോമോൻ പണിയാൻ നേരത്തെ ദൈവാലയത്തിന് തടി വേണമല്ലോ. അപ്പൊ ശലോമോൻ അപ്പന്റെ സ്നേഹിതനാകുന്ന ഹീരാമിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് തടി വേണം പള്ളി പണിയാനാ.
ഹീരാം പറഞ്ഞു, തരാം, അപ്പന്റെ സ്നേഹിതനല്ലേ, ലെബനോൻ വനത്തിൽ നിന്ന് വേണം. യോ യഥേഷ്ടം. അപ്പോൾ ശലോമോൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. ശലോമോൻ പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ വെട്ടാൻ അത്ര പോരാ, മരം മുറിക്കാൻ പോരാ. കാരണം പണ്ടൊരുത്തം വെട്ടിയപ്പോ കോടാലി ഊരി, ഈ ടൈപ്പ് വെട്ടുകാരാ. കോടാലി ഊരി പോയാലും കൈക്ക് നിന്നങ്ങ് വെട്ടും. ദീർഘവർഷങ്ങളായിട്ട് വെട്ടുകാരനാ പറഞ്ഞത്. കോടാലി 82 പോയതാ. എന്നാലും വെട്ടുന്നതിന്റെ പിക്ചർ എടുത്തിടും. ഞങ്ങളുടെ ആൾക്കാർ പോരാ മരം മുറിക്കാൻ. സീദോന്യര് മരം മുറിക്കാൻ സമർത്ഥരാ. കയറ്റി വിട്ടു, മരമെല്ലാം വെട്ടി. അത് കൊണ്ടുവന്ന് കെട്ടി ക്രമപ്പെടുത്തി നദി വഴി കടത്തിക്കൊണ്ടുവന്ന് സൂബിൽ കൊണ്ട് കൊടുത്തു. ആൾക്കാർ വലിച്ചു കയറ്റിക്കൊണ്ട് പണിത ശലോമോന്റെ ദൈവാലയം. അപ്പൊ ഈ തടിയെല്ലാം കൊടുത്ത് പള്ളി പണിത് കഴിഞ്ഞപ്പം തടി തന്നെ ആൾക്ക് എന്തായാലും ഒരു പാരിതോഷികം കൊടുക്കണമല്ലോ. അതൊക്കെ നല്ല കാര്യമാണ്, എന്തായാലും കൊടുക്കണം. അപ്പൊ ശലോമോൻ പുള്ളിക്ക് ഒരു 20 പട്ടണം കൊടുത്തു. 20 പട്ടണം. ശലോമോൻ കൊടുത്ത പട്ടണം കാണാൻ ഹീരാം ഒന്ന് വന്നു. ഹീരാം ഗതികേട് പിടിച്ചവനൊന്നുമല്ല, കാശുകാരനാ. കാരണം അവിടെ എഴുതിയേക്കുന്ന സോർ രാജാവെന്ന, സോർ രാജാവാകുന്ന ഹീരാം. കാരണം സോർ രാജാക്കന്മാരെ പറ്റി വായിക്കുന്ന ദേശത്ത് അവർ ധനവാന്മാരെന്ന. സോർ നിവാസികൾ ദേശത്തിലെ 45:13 വായിച്ചാ. സങ്കീർത്തനം 45 നമ്മൾ കല്യാണത്തിനൊക്കെ വായിക്കുന്നതല്ലേ. കടം മേടിച്ച കല്യാണം നടത്തുന്നെങ്കിലും വായിക്കുന്ന വാക്യം വെച്ചവാ. വായിച്ചു. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. എത്ര വാക്യം അത്? 13-ാം വാക്യം. അതിന്റെ മേളിൽ സോർ നിവാസികൾ എത്രയാ കുഞ്ഞോനിച്ച വാക്യം റെഫറൻസ്? 12-ാം വാക്യം. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. കാശുകാരാ കാഴ്ച വെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അപ്പൊ സോർ നിവാസികൾ കാശുള്ളവരാ. കല്യാണം നടത്തിയ എന്റെ കാശ് ഇതുവരെ കൊടുത്തു തീർന്നിട്ടില്ല. കേട്ടറിഞ്ഞ് ഞാൻ ഇപ്പോഴും വിളിക്കാം. അന്നേരം എല്ലാം പരിധിക്ക് പുറത്താ. പരിധിക്ക് വീഡിയോക്കാരൻ 3 വട്ടം വീട്ടിൽ വന്നു. അവൻ പറഞ്ഞു, ഇനിയും തന്നില്ലേ ഫോട്ടോ എല്ലാം ഞാൻ കീറിക്കളയി വന്നു. വായിച്ച സങ്കീർത്തനം സോർ നിവാസികൾ ഭയങ്കര കാശുകാരൻ. അവൻ നല്ല കാശുള്ളവരാ സോർ നിവാസികൾ. അങ്ങനെയുള്ള സോർ രാജാവിനോടാ തടി ചോദിച്ചത്. ആ തടി കൊണ്ടുവന്ന് പണിത്. അപ്പം ശലോമോനൊരു ആഗ്രഹം, ആട്ടെ പുള്ളിക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണമല്ലോ. പുള്ളി ഒരു 20 പട്ടണം കൊടുത്തു. അപ്പൊ സോർ രാജാവ് ഈ പട്ടണമെല്ലാം കൂടെ കാണാനൊന്ന് വന്നു. താന്റെ പട്ടണം എങ്ങനെ ഇരിക്കുന്നു? ശലോമോൻ നല്ല ബുദ്ധിമാനല്ലേ. പുള്ളി കാണാൻ വന്നു. അയാൾ കാശുകാരനും ഇയാള് ഭയങ്കര ജ്ഞാനമുള്ളയാളും, രണ്ടും കൂടെ ഒത്തല്ലോ. അയാൾ കാശുകാരനും ഇയാള് ബുദ്ധിരാക്ഷസനും. അപ്പൊ പുള്ളി കാണാൻ വന്നപ്പം പുള്ളിക്ക് ഈ പട്ടണം ബോധിച്ചില്ല. പരിവക്കേടുള്ള പട്ടണമാ. വായിച്ചു. 9:10 മുതൽ വായിര്. നമുക്കറിവുള്ള വാക്യം എന്നാലും വായിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10 മുതൽ വലത്ത് വശത്ത് കണ്ണിക തുടങ്ങുന്നത് മുതലൊന്ന് വായിച്ചു. വായിച്ചു. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെ ഒക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ദേവദാരുവും കൊടുത്തു, പിന്നെ സരളമരം കൊടുത്തു, സരളമരം ഒക്കെ കൊടുത്തു. പണ്ടൊരാൾ വായിച്ചു സരള മരവും കൊടുത്തെന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞു അവള് വല്ലേലും കൊടുക്കുമെന്ന് പറഞ്ഞു. സരള അല്ലേലും മരം കൊടുക്കുന്നവളാണ്. ഒന്നുകൂടെ വായിച്ചു. സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീലാ ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം കൊടുത്തു ശലോമോൻ. തടി കൊടുത്തതിന് തിരിച്ചു കൊടുത്തതാ 20 പട്ടണം. അടുത്ത വാക്യം വായിരും. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങൾ കാണേണ്ടതിന് അവൻ സോറിൽ നിന്ന് വന്നു. പുള്ളി ഇങ്ങോട്ട് വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. ബോധിക്കാത്ത രീതിയിലാ കൊടുത്തത്. ചിലര് കൊടുക്കും, ബോധിക്കുകയല്ല. നീ എന്തേലും കൊടുത്താൽ മേടിക്കുന്നവന് ബോധിക്കണം. മനസ്സിലായോ?
ഒരു സാരി കൊടുക്കുക ആ കൂട്ടു സഹോദരിക്ക്, അവക്കത് ബോധിക്കണത് തട്ടിക്കേറിയതും ഉറുമ്പരിച്ചതും പഴകിയതും നിനക്ക് ഇഷ്ടമില്ലാത്തതല്ല കൊടുക്കേണ്ടത്. കൊടുത്തച്ചു കീർവാണം അടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കൊടുത്തു, ബോധിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും കൊടുത്താൽ അത് ബോധിക്കണം. അപ്പൊ ശലോമോൻ 20 പട്ടണം കൊടുത്തു, പക്ഷെ പുള്ളിക്ക് ബോധിക്കുന്നില്ല. ബോധിക്കാത്ത സ്ഥലമാ കൊടുത്തത്. അടുത്ത വാക്യം ആയിരുന്നു, സഹോദര നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത്? അയ്യോ എന്റെ സഹോദര, നീ തന്ന പട്ടണങ്ങള് എന്ത് ഇങ്ങനെയാണോടാ കൊടുക്കുന്നേ? കൊടുക്കുമ്പോ ചൊവ്വിനെ കൊടുക്കണ്ടേ? നമ്മുടെ ആൾക്കാർ കൊടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ജനറൽ കൺവെൻഷനും സ്റ്റേറ്റ് കൺവെൻഷനും ഡിസ്ട്രിക്ട് കൺവെൻഷനും ആഹാരം കൊടുത്തേച്ച് അവസാനം തികയത്തില്ല. മിക്കടുത്തും ചിലയിടത്ത്, എല്ലായിടത്തും അല്ല, തികയത്തില്ല. എന്നുവെച്ചാൽ അവസാനം ലാസ്റ്റ് കഴിക്കാൻ വരുമ്പം സാമ്പാർ കാലം കാണിക്കുക തീർന്നെന്ന്. ഒരുത്തൻ എരിശ്ശേരിക്കള്ളത്തിൽ തവിയിട്ട് അടിച്ചു. സ്ഥലമൊന്നും പറയുന്നില്ല. കഴിക്കാനായിട്ട് വേറൊരാളൂടെ ചെന്നപ്പോൾ ഞാനും കണ്ടതാ, കാളാമുണ്ടനുമായിട്ട് നിൽക്കുന്നു. ഇനിയും വന്നാൽ തല്ലുവന്ന്. എവിടാന്നൊന്നും ഞാൻ പറയത്തില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. ചിലർക്ക് പിടികിട്ട് കാണും ഇന്നടുത്താന്ന്. ഞാൻ പറയത്തില്ല, ഞാൻ പറയുകയില്ല. മൈക്കൊക്കെ വിളിച്ച് പറഞ്ഞു, ഇനി ആരും ഇങ്ങോട്ട് വന്നേക്കരുത്. ആട്ടെ, കൊടുക്കുക. അതിന് ഞാൻ അഭിനന്ദിക്കുന്നത് TPM-കാരെയാണ്. നിങ്ങൾ ഇണങ്ങിയാലും കൊള്ളാം, പിണങ്ങിയാലും കൊള്ളാം. എത്ര കാര്യമുണ്ട് പ്രാർത്ഥിച്ചാ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ കമ്മിറ്റി കൂടിയാ ചെയ്യുന്നത്, അവിടെ പ്രാർത്ഥിച്ചാ ചെയ്യുന്നത്. നമുക്ക് മുഴുവൻ കമ്മിറ്റിയാ. കമ്മിറ്റി തന്നെ പ്രശ്നമല്ലേ. ഒരുത്തൻ പറഞ്ഞു സാമ്പാർ, ഓൻ പറഞ്ഞില്ല എരിശ്ശേരി. അത് തന്നെ 2 ഗ്രൂപ്പായി. സാമ്പാർ ഗ്രൂപ്പും എന്തോ ഒരു വിഷയമാണ്. കൺവെൻഷൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അതങ്ങ് വിട്ടേക്കാം. വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ പുതിയ വഴക്കൊന്നും ഞാൻ എടുക്കുന്നില്ല, വന്ന വഴക്ക് ഞാനിപ്പം വിടുന്നുമില്ല. പുതിയ വഴക്ക് ഞാൻ എടുക്കുന്നില്ല, പക്ഷെ വന്ന വഴക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞ പോലെ വന്ന കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, പുതിയത് എടുക്കുന്നില്ല. അപ്പൊ എന്തായാലും ശലോമോൻ ഈ സ്ഥലമെല്ലാം കൂടെ കാണാൻ ചെന്ന് ചോദിച്ചു, എന്റെ സഹോദര, നീ ചെയ്തത് ഇങ്ങനാണോ ചെയ്യുന്നത്? നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്താ എന്ന് അവൻ പറഞ്ഞു. കൊള്ളുകേലടാ ഇത്. നീ കൊടുത്തത് ഇങ്ങനെ പേരും ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും കുന്തത്തിനകത്തും എല്ലാം പേരും നിന്റെ ഫോട്ടോയും എല്ലാം കൊടുത്തു. എന്തുവാ? വീട് വെച്ച് കൊടുത്തു. 2 മുറി സോപ്പ് പൊട്ടി പോലെ, നിന്ന് ശ്വാസം പോലും വിടാൻ മേല. ഒരു അടുക്കള, തള്ളക്ക് ഒന്ന് തുമ്മിയാൽ ഭിത്തിക്കിട്ട് തല ഇടിക്കും. കൊടുത്തു. ഭയങ്കര കൊടുപ്പാ. മുടിഞ്ഞോനെ കൊടുക്കുന്നെങ്കിൽ ചൊവ്വിനെ കൊടുക്കേ. അല്ലെ കൊടുക്കുന്നവന്റെ പട്ടിക്കൂടിന്റെ വില വരുന്നില്ലല്ലോ. ഒരുമാതിരി ചൊവ്വിന് കൊടുക്ക. കണ്ടമാനം കൊടുക്കണ്ട, ഒത്തിരി പേർക്ക് കൊടുക്കണ്ട. 10 പേർക്ക് കൊടുക്കുന്നത് ചൊവ്വിനെ കൊടുക്കേ. കൊടുക്കുന്നത് വൃത്തിയായിട്ട് കൊടുക്കേ. ഈയിടെ നമ്മുടെ റിയ ട്രാവൽസ് അതിന്റെ ചുമതലപ്പെട്ട നമ്മുടെ തമ്പിച്ചായനെ നല്ല വീടാ വെച്ച് കൊടുത്തത്. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം പറഞ്ഞോളൂ, ധാരാളം ആൾക്കാരുണ്ട്. ചെല്ലു പിന്നെ കൊടുത്താൽ മിണ്ടുകയില്ല, അവർ ദൈവം അറിഞ്ഞാൽ മതി. അങ്ങനെയുള്ളവരുമുണ്ട്. ആരും കൊടുക്കുകയല്ല നല്ല പറഞ്ഞത്, കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുക്കണം. സ്തോത്രം. അപ്പൊ ഈ ശലോമോനോട് ഹീരാൻ ചോദിച്ചു, എന്റെ സഹോദര എന്തുവായത് ഇങ്ങനെയാണോ? വായിര് സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്താ എന്ന് അവൻ പറഞ്ഞു. എന്തുവാടാ ഇങ്ങനെ? അവയ്ക്ക് ഇന്നുവരെയും കാബൂൽ ദേശം എന്ന് പേരായിരിക്കുന്നു. പിന്നെ ഹീരാമോ രാജാവിന് 120 താലന്ത് പൊന്നു കൊടുത്തയച്ചു. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം, അരമന. അപ്പോൾ ഈ കൊടുത്ത ദേശം ഗലീലയിലെ ഈ സ്ഥലങ്ങളാ കൊടുത്തിരിക്കുന്നത്. 20 പട്ടണം. ഇത് കാബൂൽ ദേശമാ എന്ന് പറഞ്ഞ ഇരുണ്ട സ്ഥലങ്ങളാ, അന്ധകാര നിബിഡമായ സ്ഥലങ്ങളാ. 2 വാക്യവും കൂടെ ചേർത്ത് വായിച്ചു. അറിവുള്ള വാക്യമാ 9:1 യെശയ്യാവ്. നമുക്ക് അറിവുള്ള വാക്യമാ 9:1 യെശയ്യാവ് 9:1. പെട്ടെന്ന് വായിച്ചു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചു. ദൈവദാസൻ എടുത്ത് കൊടുക്കുന്നത് നന്നായി. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശം. അപ്പൊ ഈ ദേശം കാബൂൽ ദേശം. അപ്പൊ ഈ ദേശത്തിന്റെ കുഴപ്പടി കഷ്ടതയുടെ ദേശമാണ്, കഷ്ടത ദേശം. പിന്നെ എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. തിമിരമുള്ള സ്ഥലമാ. പിന്നെ പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും
നഫ്താലി ദേശത്തിനും ഹീനത ഹീനത. അപ്പൊ ഹീനതയുള്ള സ്ഥലമാ, കഷ്ടത, തിമിരം, ഹീനത ഉള്ള സ്ഥലമായത്. പിന്നെ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരും. അപ്പൊ കഷ്ടത, തിമിരം, ഹീനത നല്ല ദേശമല്ല. ഇനിയും വായിച്ചോ, മത്തായി 4:12 കൂടെ ചേർത്ത് അങ്ങ് വായിച്ചു. അപ്പൊ ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഓർപ്പിക്കുന്നേ ഉള്ളു. 4:12 വായിച്ചു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസറേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഭൂമിയിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയിലെ കാനാവില അത്ഭുതം നടന്നത്. ജാതികളുടെ ഗലീല ഇരുട്ടിയിരിക്കണ. അപ്പൊ ഈ ദേശത്തിന്റെ കുഴപ്പടി, തിമിരം, ഹീനത, ഇരുട്ട്, കഷ്ടത മുഴുവൻ പരുവക്കേടുള്ള സ്ഥലമാ. സ്തോത്രം. ആ പരുവക്കേടുള്ള സ്ഥലത്താ യേശുവിന്റെ ആദ്യത്തെ മഹത്വം വെളിപ്പെടുന്നു. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ പരുവക്കേട് യേശു മാറ്റിത്തരും. നിന്റെ ജീവിതത്തിന്റെ സകല പരുവക്കേടും ഇന്ന് രാത്രി യേശു മാറ്റും. ദേശത്തിന്റെ സകല ഇരുട്ടും അന്ധകാരവും ഹീനതയും മാറ്റുവാൻ കഴിവുള്ള ഒരുത്തനേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ. അത് സുവിശേഷമാണ്, അത് യേശു ക്രിസ്തുവാണ്. ഞാന് എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് പറയുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. അല്ലേ നിങ്ങൾ പറയും പുള്ളി വായിച്ച വാക്യം വേറെയാ, പക്ഷെ പറഞ്ഞു വന്നതല്ല വേറെയാ. അല്ലേലും നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. എന്തേലും പറയാതിരിക്കുകയല്ല. ഇപ്പൊ തന്നെ പറയുന്നുണ്ട്, അടക്കം പറയുന്നുണ്ട്. വിഷയത്തിനൊന്നും ഞാൻ കാണുന്നുണ്ടതല്ല. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം പറഞ്ഞ ആ ഭാഗം വിടാം. ഇരുട്ടിയിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കാരണം സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു അവിടെ ചെന്നു. അതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. സോർരാജാവിന്റെ സമ്പത്ത് കൊണ്ട് ഈ ദേശത്തിന്റെ ഹീനത മാറ്റാൻ ഒത്തില്ല. ശലോമോൻ രാജാവിന്റെ ജ്ഞാനം കൊണ്ടും ഈ ദേശത്തിന്റെ ഹീനത മാറ്റാൻ ഒത്തില്ല. എന്നാൽ ഇതാ ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ സമ്പത്തിന് പരിഹരിക്കാൻ പറ്റാത്തത് യേശു പരിഹരിക്കും. നിന്റെ ജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും പരിഹരിക്കാൻ പറ്റാത്തത് യേശു പരിഹരിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കൽ സമർപ്പിക്ക്, യേശുവിന് ആ ജീവിതം കൊടുക്ക്, യേശുവിന്റെ അടുക്കൽ തൃപ്പാരത്തിൽ ഏൽപ്പിക്ക്. യേശു നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേ ചാതന്നെ കാത്തവൻ. നിങ്ങൾക്കും ആ പാട്ടറിയാമല്ലേ? മതി. ഓ അപ്പൊ ശ്രദ്ധിക്കുക, ഹീരാമിന്റെ സമ്പത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ദേശത്തിന്റെ ഹീനത യേശുവിനാൽ നിറവേറി. ശലോമോന്റെ ജ്ഞാനം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിന് യേശു പരിഹാരം വരുത്തി. ഇന്ന് രാത്രി നിന്റെ സമ്പത്തിനും ജ്ഞാനത്തിനും ധനത്തിനും ബലത്തിനും നിന്റെ സംഘടനയ്ക്കും കായബലത്തിനും കൊണ്ടൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത മുഴുവൻ വിഷയങ്ങളും പരിഹരിക്കുവാൻ, അതിന് നീക്കുപോക്ക് നൽകുവാൻ കഴിവുള്ള നസറയനാകുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ യേശുവിനായി സമർപ്പിക്കുക, യേശുവിന്റെ കരങ്ങളിൽ കൊടുക്ക്. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കും. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ, വല്ലഭ പരന്താൻ
പരിശുദ്ധ പരൻ മഹത്വ പരാപരൻ മനമേ മഹത്വ പരാപരൻ യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഈ കത്തിലുണ്ടോ പറക മനമേ ഈ കത്തിലുണ്ടോ. ശ്രദ്ധിക്കുക, യേശുവിനാൽ സകലതും പരിഹരിക്കും. അത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിക്കോദോമസുമായിട്ട് നമ്മുടെ കർത്താവ് സംഭാഷിക്കുന്ന സംഭാഷണ പരമ്പരയാണ്. അങ്ങനെ നിക്കോദോമായുമായി സംസാരിച്ചു വന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു പദമാണ് ഇന്ന് രാത്രി തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. സമയം ഇല്ലെങ്കിലും അതിൽ നിന്ന് 1-2 കാര്യം സൂചിപ്പിച്ച് അങ്ങ് നിർത്താം. വായിച്ചോ 3:14. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് രാത്രി മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. ഈ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇസ്രായേൽ യാത്ര ചെയ്ത് ഈ സർപ്പത്തെ ഉയർത്തിയത് എവിടാണെന്ന് വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് 1-2 കാര്യം അവിടെ നിന്ന് പറഞ്ഞേച്ച് ഇങ്ങോട്ട് വരാം. സർപ്പത്തെ ഉയർത്തിയത് സംഖ്യാപുസ്തകത്തിലാണ്. നമുക്കറിയാം ഇസ്രായേൽ യാത്ര ചെയ്ത് ഇങ്ങനെ വരികയാണ്. ചെങ്കടൽ മിസ്രയീമിൽ റമസേസിൽ ഇറങ്ങി സുക്കോത്ത് കഴിഞ്ഞ് പീദാര് കഴിഞ്ഞ് ഏതാര് കഴിഞ്ഞ് ചെങ്കടൽ കഴിഞ്ഞ് അക്കരെ കയറി ഷൂറിൽ വന്നു, മാറയിൽ വന്നു, എലീമിൽ വന്നു, അർണോന് വന്നു, പാറാൻ ഇറങ്ങി, തരിവിറങ്ങി, പിന്നെ സീനിന്റെ കിഴക്കേറ്റത്ത് വന്നു, അർണോൻ പർവ്വതത്തിന് താഴെ വന്നു, പിന്നെ ചെങ്കടലുമായിട്ട് തിരിഞ്ഞു, പിന്നെ വരെ വീണ്ടും ദൈവം ഒന്ന് ചുറ്റിച്ച് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയം അടിച്ച് ഇങ്ങനെ കടന്നു വരിക. വന്ന് ഒടുവിൽ ഈ ഹോർ പർവ്വതമൊക്കെ വിട്ടിങ്ങോട്ട് വരിക. 21:4 മുതൽ വായിച്ചു. 21:4 സംഖ്യാപുസ്തകം. പിന്നെ അവർ ഏതോം ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തെങ്കിൽ നിന്ന് ഞങ്ങളുടെ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു പറഞ്ഞു. അപ്പോൾ അടുത്തത് യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ ഇതാ സംഭവം. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പത്തെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു, ധാരാളം മരിച്ചു വീണു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന് ഞങ്ങളെ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചു. ഞങ്ങളുടെ സംസാരം അത്ര നല്ലതല്ല, ഞങ്ങൾക്ക് സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. പിന്നെ സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം. പിന്നെ എന്താ എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. അടിയേൽക്കുന്നവൻ ആരെങ്കിലും ഈ സർപ്പത്തിന്റെ കടിയേക്കുന്നവൻ, സർപ്പങ്ങളുടെ കടിയേക്കുന്നവൻ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ താമ്ര സർപ്പത്തെ നോക്കിയാൽ അതിനെ നോക്കിയാൽ ജീവിക്കും. ദൈവത്തിന്റെ മകത്ത് ഈ വിഷയം കർത്താവ് പറയുകയാ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ആമേൻ. പശ്ചാത്തലഭാഗവും ചരിത്രമെല്ലാം ചേർത്ത് വേറെ വാക്യങ്ങൾ കോർത്ത് ഇണക്കി തത്തുല്യമായ ഉദാഹരണങ്ങളും പാട്ടുകളും ഒക്കെ പാടിയ സാധാരണ ഈ ഭാഗം പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പ്രസംഗിച്ചാൽ നിങ്ങൾ ചിലര് ഇരുന്ന് കേൾക്കും, ഇവരെഴുന്നേറ്റ് പോകും. അപ്പൊ ഞാൻ ഇവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് അതെല്ലാം വെട്ടിച്ചുരുക്കുക. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. ഈ സംഖ്യാപുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 2 മരണമാണ്. സംഖ്യ 20 2 മരണം. ഒന്ന് മിറിയാമിന്റെ മരണം, 2 അഹരോന്റെ മരണം. 20-ന്റെ 1-ഉം 2-ഉം വായിച്ചോ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. കാദേശിൽ വെച്ച് മിരിയാം മരിച്ചു. അവളെ അടക്കം ചെയ്തു. ഈ മിരിയാമിന്റെ മരണത്തിൽ നടുങ്ങി. കാരണം മിരിയാം മരിച്ചതിനെ പറ്റി വേദ പഠിതാക്കൾ ഈ ഭാഗമൊക്കെ പഠിച്ചവർ പറയുന്നത് മിരിയാം വെള്ളം ഇറക്കാതെ എത്തുന്ന, വെള്ളം കുടിക്കാതാ അല്ല, ജീവിച്ചപ്പോ ഒത്തിരി പേരെ വെള്ളം കുടിപ്പിച്ചതാ. വിശേഷിച്ച് സംഖ്യ 12 ആങ്ങളെ നന്നായിട്ട് വെള്ളം
കൂടിപ്പോച്ചതാ. ഈ തള്ളയും മൂത്ത ആങ്ങളെയും കൂടെ ചേർന്ന് വീടാന്തരം കയറി നന്നായിട്ട് കുരുക്കൊപ്പിച്ച തള്ളയാ. ഇപ്പൊ തന്നെ വെള്ളം കുടിക്കാതെ ചത്തു. അങ്ങനെയൊക്കെ ഉണ്ടാവും. വെള്ളം കുടിക്കാതെ ആകുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. പ്രയാസം വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും, അകത്തോട്ട് കയറ്റി നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. അവരെല്ലാം കൂടെ ഇണക്കി ഇട്ടിരിക്കുക. വെള്ളം ഇറങ്ങാറാ ജാകുന്നത്. കൊണ്ടുചെന്നപ്പോഴേ ചത്തു. എന്നാലും പിന്നെ കാശുള്ള വീട്ടുകാരാണ് അവർ പറയും ചെറിയ അനക്കം ഉണ്ടെന്ന്. ആരനങ്ങിട്ടാ നമ്മൾ വെളിയിൽ നിൽക്കുക. എങ്ങനെയുണ്ട്? ഇന്നലെ ഇടത്തെ കണ്ട് ചെറുതായിട്ടൊന്ന് അനക്കി. നമ്മൾ ചെന്നപ്പോഴേ പറഞ്ഞു 3 പേര് കാനഡയിലും ഒരാൾ അമേരിക്കയിലും ഒരുത്തൻ ലണ്ടനിലും ഉണ്ടെന്ന്. അപ്പോഴേ അവർക്ക് മനസ്സിലായി ചില പണിയും കൂടെ നടപ്പുണ്ട്, തള്ളേനെ ഇവിടെ ഇട്ടെങ്കിൽ. അതിനെ അവർ പറഞ്ഞ കണ്ണൊന്നാണെങ്കിൽ ഇടത്തെ കണ്ണ് മിക്കവാറും. അവിടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ബിസിനസ്സും കൂടെ ആണല്ലോ ഇത്. എന്തായാലും കൊള്ളാം. മിരിയാം മരിച്ചത് വെള്ളം കുടിക്കാതാ. അടുത്ത വാക്യം വായിക്കുമ്പോ തെളിയും. ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല. ആ സ്ഥലത്ത് വന്നപ്പോ വെള്ളമില്ലായിരുന്നു, വെള്ളം ഇറങ്ങാറായാത്തത്. അപ്പൊ മിരിയാം മരിച്ചത് വെള്ളം ഇറങ്ങാറായാത്തത്. രണ്ടാമത്തെ മരണം ആങ്ങളുടെ മൂത്ത ആങ്ങളുടെ മരണം ആഗറോന്റെ 22 മുതൽ വായിച്ചു. കണ്ണിക തുടങ്ങുന്നത് 22. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെങ്ങള് മരിച്ചെടുത്ത് ഇവര് പിന്നെ യാത്ര പുറപ്പെട്ടു. ഹോർ പർവ്വതത്തിലെത്തി. ഏദോം ദേശത്തിന്റെ അതിരിങ്കിലുള്ള ഹോർ പർവ്വതത്തിൽ. ഞാനെല്ലാം വായിപ്പിച്ച് വിവരിക്കുന്നില്ല. അവിടെ വെച്ച് ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു അഗരോനെയും എലയാസറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് മേളിലോട്ട് വരാൻ പറഞ്ഞു. കൊണ്ടുചെന്നു. അഗരോൻ ജനത്തോട് ചേർന്നു. വസ്ത്രമല്ലേ എലയാസർ നിപ്പിച്ചു. അങ്ങനെ അഗരോനും മരിച്ചു. 20 2 മരണം, പ്രധാനപ്പെട്ട 2 മരണം. പിന്നെ ഇവരെ 21-ാം അധ്യായത്തിൽ ഏലോൻ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. ഇങ്ങനെ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു. ഈ അഗ്നിസർപ്പം വന്ന് കടിക്കാൻ കാര്യം 2-3 കാര്യം അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. എന്തുവാ വായിച്ചേ? ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. അടുത്തത് പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. ഇവര് ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. സംസാരം നല്ലതല്ല. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. സംസാരം ആരോടാ പറയുന്നത്, എന്തുവാ പറയുന്നത്, എങ്ങനെയാ പറയുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. വിവരിക്കുന്നില്ല, ഇത് നല്ല നീളമുള്ളതാ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചോണം. പറഞ്ഞേച്ച് പിന്നെ അബദ്ധവാ, ക്ഷമിക്കണം, പറ്റിപ്പോയി, അന്നേരത്തെ ആ അന്തരീക്ഷത്തിൽ അങ്ങ് വേണ്ട. സംസാരിച്ചു. 1 സംസാരം നല്ലതല്ല. 2 ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. വരുന്നത് മരുഭൂമിയിൽ മരിക്കേണ്ടതിന്. അപ്പൊ ഇവരുടെ സംസാരമാ. 1 ഇവർക്ക് പ്രത്യാശ നഷ്ടപ്പെടുക. മരുഭൂമിയിൽ ഞങ്ങൾ മരിച്ചു പോകും. അങ്ങനെയുണ്ട്. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് മരിക്കുമെന്ന്, ഞങ്ങൾ ചത്തുപോകുമെന്ന്. ഇവർ പണ്ടും അങ്ങനെ പറഞ്ഞാ ചാകുമെന്ന്. അതെ, ഇവര് കൂടെ അങ്ങനെ പറയും. നാവിന്മേലാ ജീവനും മരണവും. എന്തുകൊണ്ടാ വിശേഷം? ഞാൻ ഇങ്ങനെ തട്ടിയും മുട്ടി. നീ തട്ടിയും മുട്ടി അതിൻ്റെ ആയുസ് തീരുള്ളൂ. എന്തുകൊണ്ട് വിശേഷം? ഞങ്ങൾക്കൊക്കെ എന്നാ വിശേഷം, നിങ്ങൾക്കൊക്കെ അല്ലേ വിശേഷം. അല്ല എന്നാലും ഞങ്ങളിങ്ങനെ ആമ്പലും വെള്ളം പോലെ പൊങ്ങി. നിന്റെ പൊന്നും കൊടുത്ത നാവ്. എടാ, ഒരു ദൈവ പൈതൽ പറയണം എന്തുകൊണ്ട് വിശേഷം? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു, ദൈവം എന്നെ നടത്തുന്നു. ഇത് പറയുമ്പോ തന്നെ നിന്റെ വിഷയത്തിന് വിടുതലുണ്ടാകും. നീ ഉമ്മ കരഞ്ഞും തൂങ്ങിയും പാണ്ടപ്പരപ്പും പറഞ്ഞ് ആര് നിന്റെ കൂടെ വരാൻ ആരാധനയ്ക്ക്? എവിടെ പോന്ന്? പ്രാർത്ഥനയ്ക്ക്. നിന്റെ കൂടെ ഒരു പൂഞ്ഞാൻ പോലും വരികയല്ല. സംസാരമൊന്നും നല്ലതല്ലല്ലോ. അതെല്ലാ ഭാഗവും ഞാൻ എടുക്കുന്നില്ല. ഇവര് മന്നയ്ക്ക് വിരോധമായി പിറുപിറുത്തുക. അതാ അഗ്നിസർപ്പം വരാൻ കാര്യം. മന്നയ്ക്ക് വിരോധമായി വായിച്ചേ. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല, സംസാരിച്ചെടുത്തതാ. മരുഭൂമിയിൽ മരിക്കേണ്ടതിന്. മരുഭൂമിയിൽ മരിക്കാൻ ഇവര് പറയാ ഞങ്ങൾ ചാകുവന്ന്. ഈ മരുഭൂമിയിൽ ചാകുവന്ന്. നിന്നെ കൊല്ലാനാണോ കൊണ്ടുവന്നേ? നിന്നെ മുടിച്ചു കളയാനാണോ കൊണ്ടുവന്നത്? അല്ല. ഇവര് പണ്ട് വന്ന് പറഞ്ഞ് ഞങ്ങൾ ചാകുവന്ന്. അന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും എല്ലാം ചത്തുപോകുമെന്ന്. വായിച്ചോ 13-ന്റെ 1 മുതൽ 14-ന്റെ 1 മുതൽ. സംഖ്യ തന്നെ ഇത് മറിക്കാതെ കണ്ട് 14-ന്റെ 1 മുതൽ വായിച്ചേ. അവിടെയും ചാകുവെന്നാ പറഞ്ഞേ. സംഖ്യാപുസ്തകം 14-ന്റെ 1 മുതൽ വായിര്.
ജനം ആ രാത്രി മുഴുവൻ കരഞ്ഞു. സഭയൊക്കെയും അപ്പോൾ സഭയൊക്കെ ഉറക്കം നിലവിളിച്ചു. ജനം മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് സംസാരിച്ചു. പിന്നെ ജനം ആ രാത്രി മുഴുവൻ കരഞ്ഞു. മുതലക്കണ്ണീരാ മുഴുവൻ കരഞ്ഞു. അടുത്തത് ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് പിറുപിറുത്തു. അടുത്തത് സഭയൊക്കെ അവരോട് ഞങ്ങൾ മരിച്ചുപോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. നല്ല പ്രത്യാശ. മിസ്രയീമിൽ വെച്ച് ചാകുകയായിരുന്നു നല്ലതായിരുന്നെന്ന്. പിന്നെ അടുത്തത് അല്ലെങ്കിൽ ഈ മരുഭൂമി വെച്ചാണേലും വലിയ തരക്കേടില്ല. അടുത്തത് എന്നാലും തരക്കേടില്ല. അടുത്തത് വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? അടുത്തത് ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മതി, നല്ല വർത്താനമാ. ഞങ്ങളുടെ ഭാര്യമാരും പിള്ളേരും എല്ലാം കൊള്ളയാകുമെന്ന്. ദൈവം ഞങ്ങളെ അങ്ങോട്ട് എന്തിനാ കൊണ്ടുപോകുന്നത്? മിസ്രയീമിൽ വെച്ച് ചാകുകാരുന്ന നല്ലതാ. ഈ മരുഭൂമിയാണെങ്കിലും വലിയ കുഴപ്പമില്ല. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കൊള്ളയാകുമെന്ന്. കൊള്ള ഭാര്യമാരും. ഞാനങ്ങ് പെണ്ണുങ്ങളെന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറവാണ്. ഞങ്ങളുടെ ഭാര്യമാരും പിള്ളേരും എല്ലാം കൊള്ളയാകും. ദൈവം ഇത് കേട്ടു. ദൈവം കേട്ട് ഈ വാക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം. ദൈവം കേട്ടേച്ച് പറഞ്ഞടാ കൊള്ളയാകുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം അങ്ങ് ചെല്ലും, നീ ഒരെണ്ണം കയറുകയില്ലെന്ന് പറഞ്ഞു. വായിച്ചു ആവർത്തനം 1:38. മറ്റേത് മറിക്കരുത്, മറിക്കാതെ വായിക്കണം. ആവർത്തനം 1:38. ആവർത്തനം പിന്നെ വായിച്ചു. ആരൊക്കെ ലിസ്റ്റ്? കനാനി പോകുന്ന ലിസ്റ്റ്. നിന്റെ ശുശ്രൂഷകനാകുന്ന നൂന്യമകൻ യോശുവ അവിടെ ചെല്ലും, അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേൽ മക്കൾക്ക് ദേശം കൈവശമായി കൊടുക്കേണ്ടത്. അടുത്ത വാക്യം. കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും. അതാ പണ്ടൊരാൾ വായിച്ചു, കൊള്ളയാകുമെന്ന് പറഞ്ഞ കുഞ്ഞുകുട്ടി അങ്ങ് ചെല്ലു വന്ന്. കുഞ്ഞുകുട്ടി പോകാൻ ഒരു സാധ്യത ഇല്ല. കുഞ്ഞുകുട്ടിയും പോകാൻ സാധ്യത, കുഞ്ഞുകുട്ടിയും പോകാൻ സാധ്യതയില്ല. കൊള്ളയാകുമെന്ന് പറഞ്ഞ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത സകലതും അവിടെ ചെല്ലും. അപ്പൊ ഇവര് കൂടെ പറയാ ചത്തുപോകുമെന്ന്, ഞങ്ങളെ കൊല്ലും. ഇവിടെ ഇത് തന്നെ പറഞ്ഞത്, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവർ മന്നയ്ക്കെതിരെയാ സംസാരിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മന്ന യേശു ക്രിസ്തുവിന് നിഴല. ആ മന്നയ്ക്കെതിരെ അത് അഗ്നിസർപ്പം വരാൻ കാരണം ഇവര് മന്നയ്ക്കെതിരെ സംസാരങ്ങൾ നടത്തി. മന്ന യേശു ക്രിസ്തുവിന് നിഴല. എന്തുവാ നിഴലാകാൻ കാര്യം? 1-2 കാര്യം പറഞ്ഞാൽ ഭാഗം വിട. ഈ മന്നയെ പറ്റി നമ്മൾ 3 സ്ഥലത്താ പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യവും, സംഖ്യാപുസ്തകം 11-ന്റെ 8-ാം വാക്യവും, ഇപ്പം വായിച്ച 21-ാം അധ്യായം 4 മുതലുള്ള വാക്യവും. 3 സ്ഥലത്ത് 3 ഫലമാ. പുറപ്പാട് 16:31 തേൻ കൂട്ടിയ ദോശ പോലെ, സംഖ്യ 11-ന്റെ 8 എണ്ണ ചേർത്ത ദോശ. ഇപ്പൊ പറയാ സാരമില്ലാത്ത യാഗം. എല്ലാം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഞങ്ങൾക്ക് വെറുപ്പാണെന്ന്. ഒരു കാര്യം ദൈവമക്കളോ പറയാ, മന്നയ്ക്കൊരു കുഴപ്പവുമില്ല. കുഴപ്പം എനിക്ക് നിങ്ങൾക്കുമാ. മന്നയ്ക്ക് യാതൊരു കുഴപ്പമില്ല. കുഴപ്പം എനിക്ക് നിങ്ങൾക്കുമാ. കാരണം മന്ന യേശു ക്രിസ്തുവിന് നിഴല. അതിന് തെളിവ് ഒന്ന്, ഈ മന്ന ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വന്നതാ. തിരുവചനം പഠിപ്പിക്കുന്നത് അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചത് മന്ന യേശുവിന് നിഴല എന്ന് പറഞ്ഞാൽ ഇത് മുകളിൽ നിന്ന് വന്ന മന്ന. മുകളിൽ നിന്ന് വന്ന ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഫിലിപ്പിയ ലേഖനം പഠിപ്പിക്കുന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ സ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്ന യേശു ക്രിസ്തുവിന്റെ നിഴലാണ് മന്ന. മോനെ മൈക്കൊന്നുകൂടെ നന്നാക്കണം. ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതേണ്ടതായിട്ട് വരുന്നു. സുഖകരമല്ല. നന്നായിട്ട് യോഗം തീരുമ്പം പരുവക്കേടാകരുത്. ഞാൻ ആദ്യം സംസാരിച്ച പരുവത്തിനാക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മന്ന കുഞ്ഞോച്ചാ 10 കഴിഞ്ഞ് വിളിക്കാൻ പറ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനാ പ്രസംഗിക്കുന്ന പറ 10. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മന്ന യേശു ക്രിസ്തുവിന് നിഴല. ഇത് മുകളിൽ നിന്ന് വന്നതാ.
സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. മോനെ, എനിക്ക് ഒരു സുഖം വരുന്നില്ല. ഞാൻ ഒത്തിരി ശക്തി എടുക്കേണ്ടതായിട്ട് വരുന്നത്. അതെന്താ അങ്ങനെ? എന്തോ പറഞ്ഞു ഇതിന്റെ ആണോ? അത് പോയോ? ഞാനേ ഒത്തിരി അങ്ങ് ഹല്ലേലൂയ. എന്നാ ഞാൻ ഇച്ചിരി കൂടെ പ്രസംഗിക്കാം. സ്തോത്രം. ഈ പരുവത്തിന് കേട്ടെ. അപ്പൊ ഈ മന്ന യേശു ക്രിസ്തുവിന്റെ നിഴല. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാ മന്ന. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. രണ്ട്, ഈ മന്ന ക്രിസ്തുവിന് നിഴലാകാൻ കാര്യം ഇത് വളരെ ചെറുതാ മന്ന. കൊത്തമ്പാലരി പോലെ, ഏതാണ്ട് മല്ലിയുടെ വലിപ്പമൊക്കെ അങ്ങനെയാണെന്നോ ബേച്ചാ എന്ന് പറയുന്നു. അച്ചായനൊക്കെ നന്നായിട്ട് പഠിച്ചതാ. എനിക്ക് തോന്നുന്നു SABCയിലാ പഠിച്ചത്. 10-60 കൊല്ലം മുമ്പെങ്ങാണ്ടാ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ പേടിച്ചാ നിൽക്കുന്നത്. നമ്മളിതുവരെ അത് കണ്ടിട്ട് പോലില്ല SABC എന്നാന്ന് പോലും. അപ്പൊ എന്തായാലും ഈ മന്ന വളരെ ചെറുതാ എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായി. അതാ മന്ന. നമ്മുടെ വലിപ്പഭാവം ഒന്നും ചെലവാകുകയല്ല കേട്ടോ. ഞാൻ വലിയ പുള്ളിയാ, ഞാൻ IPCയിലെ വലിയ പുള്ളിയാ, ചർച്ചോക്കോടിലെ വലിയ പുള്ളിയാ, ഞാൻ ഷാരോനിലെ വലിയ പുള്ളിയാ, ഞാൻ അസംബ്ലി സ്ക്വാഡിന്റെ വലിയ പുള്ളിയാ. നിന്റെ ഒരു കോഴ്സ് നടക്കുകയല്ല. ഞാൻ അനീഷ് കാവാലമാ, ഞാൻ TPM-ലാ, ഞാൻ ഇവിടുത്തെ ആദ്യത്തെ. ഇതൊന്നും അവിടെ ചെലവാകും. തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങ് ചെല്ലത്തില്ല. അവൻ താഴ്മയുള്ളവരെ മാത്രം ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഈ മന്ന ചെറുത്. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അണ്ടകടാകം, ബ്രഹ്മാണ്ട കോടിടാണ്ടം, നമ്മൾ ചിന്തിക്കാലൊക്കെ നമുക്ക് ഭ്രാന്തുണ്ടാകും. ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, ഡംബം ഡിംബാഡിംബം എന്നൊക്കെയാ ഈ കാണുന്ന നക്ഷത്ര പങ്കുതികളും ഇന്ദുപ്രകാശം ഒളിക്കും, ദിവാകരൻ ഉദിച്ച് ഉയർന്നളവിലെന്ന 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായ 60 കോടി. അന്നെണ്ണിയപ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ വാരി വെതറിയിട്ടിരിക്കുന്ന ഈ ബ്രഹ്മാണ്ട കോടിടാണ്ടം, ആ ബ്രഹ്മാണ്ട കോടിടാണ്ടത്തിലെ പല ഗോളങ്ങൾ സൂര്യനേക്കാൾ വലിപ്പമുള്ളതും ഭൂമിയേക്കാൾ വലിപ്പമുള്ളതുമായ 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് ഗോളങ്ങൾ കിടക്കുമ്പോൾ അതിലൊരു ചെറിയ പൊട്ട് പോലായി ഈ ഭൂമി. മറ്റു കോളങ്ങളിൽ ചെന്ന് നോക്കിയാൽ അറിയാം ഭൂമിയുടെ വലിപ്പം. ഒരു പൊട്ട്, ആ പൊട്ട് പോലുള്ള ഭൂമിയിൽ 4/3 ഭാഗവും വെള്ളം. കര തന്നെ കുറച്ചേ ഉള്ളു. കരകിൽ തന്നെ പല പരുവക്കേട. ആ കരകിടെ ഒരു ചെറിയ പൊട്ട് പോലുള്ള സ്ഥലം ആ പലസ്തീന്, ഒരു ചെറിയ നാട്. സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ, എന്നാലും കാണുകയില്ല. പലസ്തീന്, അവിടെ ഒരു ചെറിയ ഗ്രാമമാ നസറേത്ത്. അവിടെ ഒരു ചെറിയ, എൻ്റെ ഭാഷ, ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഒരു ചെറിയ പെൺകുട്ടി, ഒരു 5.5 അടി പൊക്കം, ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അത് പറഞ്ഞു സഭ രണ്ടാകരുത്. 5.5 അടി അല്ലെ 5 അടി. ഒരു ചെറിയ സഹോദരി, യോഗ്യ, മാന്യ, നല്ലൊരു മാന്യ സഹോദരി, കന്യക. ആ കന്യകയുടെ ഉദരത്തിൽ സാധാരണ പഴയ കണക്ക് 1 ചാൺ വയറെന്നൊക്കെയാ പറയുന്നത്. ആയിക്കോട്ടെ, 1 ചാൺ വയർ അളവാ. ഇതിനകത്ത് എൻ്റെ ഭാഷയിലങ്ങ് പറയാം, സയൻസ് ഒന്നും പഠിച്ചതല്ല, പോഷത്തരവാദ തെറ്റുണ്ട്, ക്ഷമിക്കണം. ഇതിനകത്തൊരു ഗർഭപാത്രം. മനസ്സിലാക്കണം, ഈ ബ്രഹ്മാണ്ട കോടിടാണ്ടത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഭൂമിയേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളുള്ള ഈ അണ്ടകടാകത്തില് ഒരു ചെറിയ പൊട്ടാകുന്ന ഭൂമിയുടെ 4/3 ഭാഗവും വെള്ളം, 1 ഭാഗം കര. ആ കരയുടെ ഒരു ചെറിയ പൊട്ട് പോലുള്ള പലസ്തീനിൽ, ഒരു ചെറിയ ഗ്രാമത്തില്, ഒരു ചെറിയ വീട്ടില്, ഒരു ചെറിയ സഹോദരിയുടെ ഉദരത്തിനകത്ത് ഒരു ചെറിയ ഗർഭപാത്രത്തിൽ വലിയവനായ ദൈവം ഉരുവായെന്ന്. പ്രൈസ് ദി ലോർഡ്.
വലിയവനായ ദൈവം ഉരുവായി. അതാ മന്ന. അവൻ ചെറുതായി 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 ഒരു മാന്യ യുവതയുടെ ഗർഭപാത്രത്തിൽ ചെറുതായി ഉരുവായ നസറേയനാകുന്ന യേശു ക്രിസ്തു. അതാണ് മന്ന. എന്തിനാണെന്നറിയാമോ? എന്റെയും നിന്റെയും വലിപ്പമല്ല ഒന്ന് കുറയ്ക്കാനും, നമ്മൾ വലിയവരല്ലെന്ന് സമ്മതിക്കാനും, നമ്മുടെ വലിപ്പം കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് അംഗീകരിച്ച് വലിയവനായ ദൈവത്തെ ഭജിക്കുവാൻ, വലിയവനായ ദൈവത്തെ സേവിക്കുവാൻ, എനിക്ക് നിനക്ക് വേണ്ടി വലിയവനായ ദൈവം ചെറുതായിട്ട് ഇറങ്ങി വന്നെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മനുജനായി കാണപ്പെട്ടോ വേഷത്തിൽ മനുജനായി. ഓ മനുജ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്ന ഞാൻ. മനുജ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ ജഗന നന്ദിയോടെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഈ മന്ന യേശു ക്രിസ്തുവിന്റെ നിഴലാ. അപ്പോൾ ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാ. രണ്ട്, ഇത് ചെറുതായി വലിയവനായ ദൈവം ചെറുതായി എന്നെ നിങ്ങളെയും രക്ഷിക്കാൻ. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ആ ഭാഗം ഇവിടെ 3 മന്ന വാതൊക്കെ കിടപ്പുണ്ട്. വാതിൽ തുറന്ന് അതിരാവിലെ 12:30 ചെല്ലരുത്. അതിരാവിലെ തുറന്ന് ചെല്ലുമ്പോൾ വാതൊക്കെ മഞ്ഞിനകത്താ. മഞ്ഞും മഞ്ഞയും കൂടെ രാത്രി പൊടിക്കുന്നത്. മഞ്ഞും അതിനകത്ത് മഞ്ഞ് തട്ടി മാറ്റുമ്പോൾ അകത്ത് മന്ന എന്ന് പറഞ്ഞാൽ വാതുക്ക കിടപ്പുണ്ട്. രക്ഷ വാതുക്കല. നീ രക്ഷ തേടി വണ്ടിക്കൂലി മുടക്കി കിഴക്കോട്ടും പടിഞ്ഞാട്ട് തെക്കോട്ടും ഒന്നും നീ പോകണ്ട. രക്ഷ നിന്റെ വാതുക്കലുണ്ട്. ഇത് സുപ്രസാദ കാലമാ. ഇത് രക്ഷാ ദിവസമാ. 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈല് നടക്കണ്ട. ഇന്ന് രാത്രി ഞാൻ സാധാരണ ഞങ്ങൾ ഉപദേശിമാര് കയ്യും കാലും ഒക്കെ പൊക്കാൻ പറയും. ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇരിക്കുന്ന കിടത്തിരുന്ന ഒരൊറ്റ പ്രാർത്ഥന, യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ പാപം മോചിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം. ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഒരു ദിവസം ഇതാ മന്ന. ഈ മന്നയെ ഇവർ ആക്ഷേപിച്ചു. സാരമില്ലാത്ത ആകാരം വെറുപ്പാന്ന് പറഞ്ഞത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അഗ്നി സർപ്പത്തെ അയച്ചു. പാമ്പ് വന്ന് ഊടുപാട് കടിച്ചു. കുറെ എണ്ണം ചത്തു, കുറെ എണ്ണം കടി കിട്ടാതിരിക്കാൻ ഓടി, വേദന കൊണ്ട് ഓടി. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഒരു പിത്തള സർപ്പത്തെ അങ്ങോട്ട് താമ്ര സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞു. അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവൻ ആ താമ്ര സർപ്പത്തെ നോക്കിയാൽ അവന് വിടുതല. ഇന്ന് രാത്രി എല്ലാം വിവരിക്കുന്നില്ല. ഈ താമ്ര സർപ്പത്തിന്റെ 1-2 പ്രത്യേകത പറഞ്ഞങ്ങ് നിർത്താം. അതിനെയുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം. എന്തുവാ ഈ താമ്ര സർപ്പത്തിന്റെ പ്രത്യേകത? അതിലൊന്ന്, ഈ താമ്ര സർപ്പം കനാൻ ദേശത്തിന് വെളിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയാ. പാളയത്തിന് പുറത്ത് വെച്ച്. വ്യാഖ്യാനിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. ഇത് യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. സ്തോത്രം. പാളയത്തിന് പുറത്ത്. 2, ഈ താമ്ര സർപ്പമാകാൻ, താമ്ര ചുമ്മാ ഇരുന്ന സർപ്പമാകുകയല്ല. ആ താമസർപ്പത്തിന് ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട്. അടിച്ചടിച്ചടിച്ചടിച്ചാ ഇത് സർപ്പമാക്കിയെടുത്തേക്കുന്നത്. അത് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും പങ്കപ്പാടിനെയും ഓർപ്പിക്കുന്നതാണ്. ഇന്ന് രാത്രി സ്നേഹിത, എനിക്കും നിനക്കും വേണ്ടി യേശു പങ്കപ്പാടുകൾ സഹിച്ചു. മുൾക്കിരിയുടെ ധാരിയായി, മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിയേറ്റ് കാർക്കിച്ച് തുപ്പലേറ്റ് ആമൻ കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്തെ ചാട്ടമാറുകൊണ്ട് ഘോരമായ പ്രകരം. ദൈവത്തിന്റെ മഹത്വം. യാതൊരു ദാക്ഷിണ്യം കൂടാതെ റോമൻ പടയാളികൾ യേശുവിനെ അടിക്കുക. അതെല്ലാം അവിടുന്ന് വഹിച്ചു. അടിയേറ്റ്, നിന്നയേറ്റ്, പീഡകളേറ്റ്, പങ്കപ്പാട് സഹിച്ച ആമൻ നമുക്ക് വേണ്ടി അവിടുന്ന് ഉയർത്തപ്പെട്ടത്. ഈ താമ്ര സർപ്പം അടിയേറ്റ സർപ്പമായി തീർന്നത്. ദൈവത്തിന്റെ മഹത്വം. 1 കാര്യം, 1-2 കാര്യം കൂടെ പറഞ്ഞ് ആമൻ അങ്ങ് നിർത്താം. 3, ഈ താമ്ര സർപ്പം തന്നെത്താൻ ഉയർന്നതല്ല, ഇതിനെ ഉയർത്തിയതാ. ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തണം. ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. അത് തന്നെത്താൻ ഉയർന്നതല്ല, അതിനെ ഉയർത്തിയതാണ്. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി കർത്താവിനെ ഉയർത്തണം.
അവസരം കിട്ടുന്നിടത്തെല്ലാം യേശുവിനെ ഉയർത്തണം. ദൈവത്തിന് മഹത്വം. മാത്രമല്ല, ഈ താമ്രസർപ്പം ആമൻ സ്തോത്രം തിളങ്ങുന്ന വസ്തുവ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മഹിമയെ കാണിക്കുന്നതാണ്. യേശുവിന്റെ മഹിമ, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ ശ്രേഷ്ഠത എല്ലാം വിവരിക്കുന്നില്ല. ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് നിർത്തുക. അല്ലെ നിങ്ങൾ പറയും താമര സർപ്പത്തെ പറ്റി വായിച്ചേച്ച് പുള്ളി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ അറിയാം, എന്നേക്കാൾ നന്നായിട്ട് അറിയാമല്ലോ. ദൈവത്തിന്റെ മഹത്വം. ഇത് തിളങ്ങുന്ന വസ്തുവ എന്ന് പറയുക. സൂര്യന്റെ കിരണം അങ്ങോട്ട് നിബന്ധിച്ച് കഴിയുമ്പോൾ ആ കൊടിമരത്തിൽ ഉയർത്തപ്പെട്ട താമര സർപ്പം നിന്ന് തിളങ്ങും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മഹിമ, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ തേജസ്. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന മഹിമയുള്ള വേറൊരുവൻ ഇല്ല. അവനോട് തുല്യപ്പെടുത്തുവാൻ ഒരുത്തനുമില്ല. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്ത, പാപം തീണ്ടാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ഈ താമര സർപ്പത്തിന് അവൻ തിളക്കമുണ്ട്. യേശുവിന്റെ മഹിമ. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നിർത്തുക. വ്യാഖ്യാനിക്കുന്നില്ല, നിർത്തുക. അതായത് ഞാൻ പുസ്തകമൊക്കെ നേരത്തെ മടക്കി വെച്ചിരിക്കുക. നിങ്ങൾ ചിന്തിക്കരുത് പുള്ളി പയ്യെ നിൽക്കുക. നിർത്തി വേച്ചാനും സന്തോഷം വന്നോട്ടെ. കുഞ്ഞോനച്ചാൻ്റെ വാച്ചും പിടിച്ചു. നിർത്തി. ഈ താമ്ര സർപ്പത്തിന്റെ രണ്ട് കാര്യം കൂടെ വാക്യം വായിപ്പിക്കുന്നില്ല. രണ്ട് കാര്യം. കടിക്കാമെന്ന സർപ്പത്തിന് വിഷമുണ്ട്, ഉയർത്തപ്പെട്ട സർപ്പത്തിന് വിഷമില്ല. മരുഭൂമിയിൽ കടിച്ച സർപ്പത്തിന് വിഷമുണ്ടെന്ന്. ഇന്നും ആ വിഷം അനേക വ്യക്തികളെയും കുടുംബങ്ങളെയും തകർത്തോണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോട് പറയട്ടെ, ഇവിടെ ഇതാ ഉയർത്തപ്പെട്ടൊരു താമര സർപ്പമുണ്ട്, അതിന് വിഷമില്ല. ആ സർപ്പത്തെ നോക്കിയാൽ, ആ സർപ്പത്തിലേക്ക് നോക്കിയാൽ നിന്റെ സകല ശാപം മാറും, സകല പാപം നീങ്ങും, സകല കെടുതി മാറും. ഇന്ന് രാത്രി അവനേക്ക് കണ്ണുകൾ ഉയർത്ത. വ്യാഖ്യാനിക്കുന്നില്ല, നിർത്തുക. ഒന്നുകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. സംഖ്യാപുസ്തകം 21 സർപ്പങ്ങൾ വന്നെന്ന്. അഗ്നി സർപ്പങ്ങളെ, അങ്ങനല്ലേ, അഗ്നി സർപ്പങ്ങള്. എന്നാൽ കൊടിമരത്തിൽ ഉയർത്തിയപ്പെട്ടത് സർപ്പങ്ങളല്ല, സർപ്പം ഒരുവൻ മാത്രം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നമ്മുടെ ആയുസ് മുഴുവൻ അവൻ യേശുവിനെ ഉയർത്താം. പാപമില്ലാത്തവൻ, ശാപമില്ലാത്തവൻ, ദോഷമില്ലാത്തവൻ, പരമവിശുദ്ധനാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി ആമന കർത്താവിന് കരമുയർത്തി മഹത്വം കൊടുത്താട്ടെ. യേശു ക്രിസ്തു മാത്രം ഏകദൈവം. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പോസ്തലിക ഉപദേശത്തിലെ അടിയുറച്ച് നിന്ന് കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചാട്ടെ. നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നമ്മെ രക്ഷിച്ച് വിടുവിച്ച കർത്താവിന് അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കൊല്ലുന്ന മരണത്തിൻ പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ പല്ലു തകർത്തതാകയാൽ, ഇനി തല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇതുവരെ ഈ ശുശ്രൂഷയെ സഹകരിച്ച എല്ലാ കുഞ്ഞാച്ച പോവാന്നോ? ആശീർവാദം പറയാൻ പോവാ. ഓ വേണ, ഞാനിവിടെ വരാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. അച്ഛൻ അവിടെ ഇരുന്നു. ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാം. ആ രണ്ട് കാര്യങ്ങളും കൂടെ ഉയർത്തി ഒന്ന് വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ ചേർന്ന് ഒരിക്കൽ കൂടെ. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തു
യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. എന്നെ ക്ഷണിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി. ഒരപേക്ഷ, ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അച്ചാനും കുഞ്ഞച്ചാനും ഒക്കെ പ്രാർത്ഥിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കണ്ണുകളടക്കി